ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പ്രതിമാസ പ്രഭാഷണ പരമ്പരയിലെ രണ്ടാമത്തെ ഭാഗമാണിന്ന്. നമ്മൾ രാമായണമാണ് സ്വീകരിച്ചിട്ടുള്ളത്. വാൽമീകി രാമായണത്തിൻ്റെയും അധ്യാത്മരാമായണം കിളിപ്പാട്ട് തുഞ്ചത്താചാര്യൻ്റെയും ചേർത്ത് കോർത്ത് നിർത്തിയിട്ടുള്ള ഒരു പ്രഭാഷണ രീതി, ഒരു അവലോകനത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. അപ്പൊ കഴിഞ്ഞ തവണ വിശ്വാമിത്ര മഹർഷി അയോധ്യയിൽ നിന്നും രാമനെയും ലക്ഷ്മണനെയും യാഗരക്ഷയ്ക്കായിട്ട് കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു രംഗത്താണ്, അല്ലെങ്കിൽ കാട്ടിലെത്തി പല പ്രകൃതി ദൃശ്യങ്ങളെയും പരിചയപ്പെടുത്തുന്ന ഒരു ഭാഗത്താണ് നമ്മൾ അവസാനിപ്പിച്ചത് അന്ന്. അപ്പൊ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഗുരു എന്ന് പറയുന്ന ഒരു സങ്കല്പം ആവശ്യമാണ്, അല്ലെ? ഇന്ന് പൗർണമിയാണ്, ഗുരുപൂർണിമയുടെ ഒരു ദിവസം തന്നെയാണ്. അപ്പൊ ചില കലണ്ടറിൽ ഗുരുപൂർണിമ എന്ന് പറയുന്നത് അടുത്ത 29-ാം തീയതിയാണ്. ജൂലൈ 29-നാണ് ഗുരുപൂർണിമ. അപ്പൊ നമ്മള് അന്ന് ഗുരുപരമ്പരകളുടെ അനുഗ്രഹമൊക്കെ ഏറ്റുവാങ്ങി നമ്മൾ അന്ന് ആഘോഷിക്കാന്നാണ് കരുതുന്നത്. അപ്പൊ ഇന്ന് ഗുരു സമക്ഷത്തിൽ തന്നെയാണ് നമ്മൾ ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും ഒക്കെ ആ ഒരു ഗുരുസ്മൃതി ഉണരുന്ന ഒരു രംഗങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സാക്ഷാൽ ശ്രീ വസിഷ്ഠ മഹർഷി കുലഗുരുവിന്റെ പാദാന്തികത്തിലിരുന്ന് ശ്രീരാമനും ലക്ഷ്മണനും സകല വിദ്യകളും പഠിച്ചു. നമുക്കറിയാം, ഗുരുകുലത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ 14 വിദ്യകള്, ഋഗ്വേദം, യജുർവേദം, സമവേദം, അഥർവവേദം, ഇങ്ങനെ 4 വേദങ്ങൾ, ആയുർവേദം, ധനുർവേദം, ഗാന്ധർവവേദം, സ്ഥാപത്യവേദം, ഇങ്ങനെ 4 ഉപവേദങ്ങൾ, ശിക്ഷ, കൽപ്പം, നിരുക്തം, ഛന്ദസ്, വ്യാകരണം, ജ്യോതിഷം, ഇങ്ങനെ 6 ശാസ്ത്രങ്ങൾ, ന്യായം, മീമാംസാ ശാസ്ത്രങ്ങൾ, ധർമ്മശാസ്ത്രങ്ങൾ, ഇതിഹാസ പുരാണങ്ങൾ, ഇങ്ങനെ 4 ഉപാംഗങ്ങൾ. 4 വേദങ്ങളും 4 ഉപവേദങ്ങളും 6 ശാസ്ത്രങ്ങളും ഒക്കെ അഭ്യസിക്കും ഗുരുകുലത്തില്. പിന്നീട് മുതിർന്നു കഴിഞ്ഞാൽ നമ്മുടെ പക്വതയനുസരിച്ച് മറ്റുള്ളവ പാരായണം ചെയ്തും വായിച്ചും ഒക്കെ അനുഭവത്തിലൂടെയും ഒക്കെ മനസ്സിലാക്കുന്ന ഒരു വിശേഷ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോ ഗുരുകുലത്തിൽ വസിഷ്ഠ മഹർഷിയുടെ പാദാന്തികത്തിൽ ഇരുന്ന് രാമലക്ഷ്മണാദികൾ ഇതൊക്കെ അഭ്യസിക്കുമ്പോൾ തന്നെ, അപ്പൊ ദശരഥ മഹാരാജാവ് ഗുരുകുലത്തിൽ നിന്നും കുട്ടികളെ തിരിച്ച് അന്തപുരത്തിലേക്ക്, കൊട്ടാരത്തിലേക്ക് കൂട്ടാൻ വേണ്ടി വരുന്ന സമയത്ത് ആനന്ദാസുക്കൾ പൊഴിച്ചു അത്രേ വസിഷ്ഠ മഹർഷി. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രാമനെ ഒന്നും പഠിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. എല്ലാം ഹൃദിസ്ഥമായതുപോലെയാണ് രാമൻ. വേദമന്ത്രങ്ങളൊക്കെ തനിക്ക് മുൻപേ അറിയുന്ന ഒരു രീതിയിലാണ് ഗുരു പറയുമ്പോഴത്തേക്കും അതിനനുസരിച്ച് പാകപ്പെട്ട പക്വതയായിരുന്ന ഒരു ശിഷ്യനെ പോലെയാണ് രാമന്റെ പെരുമാറ്റം. അതുകൊണ്ട് എളുപ്പം തന്നെ ഇതൊക്കെ സ്വാധ്യായം ചെയ്യാനായിട്ട് ഈ 4 കുമാരന്മാർക്കും സാധിച്ചു എന്നാണ് വസിഷ്ഠൻ ആനന്ദത്തോടു കൂടി ദശരഥ മഹാരാജാവിനോട് പറയുന്നത്. അതാണ് വേദങ്ങളുടെ ഒരു പ്രത്യേകത. അത് തന്നെയാണ്, വിദ് എന്നുള്ള ധാതുവിൽ നിന്നാണ് വേദം എന്നുള്ള വാക്കുണ്ടായിട്ടുള്ളത്. വേദോഖിലോ ധർമ്മമൂലം ധർമ്മോ രക്ഷതി രക്ഷിത എന്നല്ലേ പറയാ. നമ്മളുടെ ധർമ്മത്തിന്റെ റൂട്ട് എന്ന് പറയുന്നത് ഈ വേദങ്ങളാണ് എന്നുള്ളതാണ്. വിദ്, അറിവ്, ഈ ധാതുവിൽ നിന്നാണ് വേദങ്ങൾ ഉണ്ടായിട്ടുള്ളത്. വെറുതെ ഒരു സമയം പോക്കിന് ഒരു പുസ്തകം വായിച്ചു കളയാം എന്നുള്ള രീതിയിൽ വേദങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റില്ല. എനിക്ക് ഫ്രീ ആയിട്ടിരിക്കുകയാണ്, കുറച്ച് സൂക്തങ്ങൾ ഒക്കെ പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു സമീപനമല്ല വേദത്തില്. ഗുരു ശിഷ്യ പരമ്പരയിലൂടെ വേദങ്ങളെയൊക്കെ തന്നെ നമ്മൾ പറയുന്ന ഒരു പേരാണ് ശ്രുതി പ്രമാണങ്ങൾ. കേട്ട് ഗുരുവിൽ നിന്ന് അനർഘനിർഗളമായി പ്രവഹിക്കുന്ന ശ്രുതിയെയാണ് നമ്മൾ എന്ത് പറയുക, കേൾക്കുന്നത്. വെറുതെ കേൾക്കുന്നതല്ല. അവിടെ ശിഷ്യൻ അധികാരിയായിരിക്കുമ്പോൾ ഗുരു പകർന്നു തരുന്ന പ്രമാണങ്ങളെ ശിഷ്യന് പക്വതയുണ്ടോ, അല്ലെങ്കിൽ അത് സ്വീകരിക്കാൻ അവൻ എത്രത്തോളം ഏബിൾ ആണ്. ഇപ്പൊ വേദാധ്യയനം ചെയ്യാനുള്ള എബിലിറ്റി, ക്വാളിഫിക്കേഷൻ എന്ന് പറയണത് അല്ലേ, ഉപനയനം ചെയ്യും അല്ലേ, ഒരു എൻട്രൻസ് എക്സാമിനേഷൻ പോലെയാണത്. അത് പാസ്സായാലാണ് ദ്വിജൻ എന്ന് പറയുന്ന അടുത്ത സ്റ്റെപ്പിലേക്ക്, അമ്മയുടെ മകനായിട്ടോ മകളായിട്ടോ ഒക്കെ ജനിക്കും.
പക്ഷേ ഈ വേദാധ്യായനം ചെയ്ത് ഉപനയനം ചെയ്ത് പുണൂല് ധരിച്ചു കഴിഞ്ഞാൽ ദ്വിജൻ എന്ന് പറയുന്ന മറ്റൊരു പദവിയിലേക്ക്, രണ്ടാമത്തെ ജന്മമാണത്. വേദത്തിന് അധികാരിയായിരിക്കാൻ, വേദങ്ങളെ ഗ്രഹിക്കാൻ, പഠിച്ച ആ വിദ്യകളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ വേണ്ടി, ആ ഒരു അറിവോടുകൂടി നമുക്ക് ജീവിതത്തിൽ പല ദർശനങ്ങളെയും നോക്കിക്കാണുവാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പക്വതയാർജിക്കലാണ്, ഒരു പരീക്ഷയാണ് സത്യത്തിൽ അത് എന്ന് പറയുന്നത്. നമ്മളെ ശ്രേഷ്ഠതയിലേക്ക് ഉയർത്തുന്ന സംഹിതകളാണ് ഇതൊക്കെ തന്നെയും. അപ്പൊ അതൊക്കെ എത്ര പെട്ടെന്നാണ് ശ്രീരാമചന്ദ്രൻ പഠിക്കുന്നത് എന്ന അത്ഭുതത്തോടു കൂടിയാണ് ആര് നോക്കിക്കണ്ടത്? ഭഗവാൻ ശ്രീ വസിഷ്ഠ മഹർഷി നോക്കിക്കണ്ടത്. ഇനി അതും പോരാ, കൊട്ടാരത്തിൽ കൊണ്ടുചെന്ന് കുറച്ചു കാലമൊക്കെ കഴിഞ്ഞ് ഈ വിദ്യയുടെ പരിപക്വത ദശരഥനും പത്നിമാരും ഒക്കെ നോക്കിക്കണ്ടു, ജനങ്ങൾ മുഴുവൻ നോക്കിക്കണ്ടു. ഈ കുമാരന്മാര് ഈ സുഖഭോഗങ്ങളിൽ ഭ്രമിച്ചില്ല. ഈ കൊട്ടാരത്തിലെ പട്ടുമെത്തയിലോ അല്ലെങ്കിൽ ആഭരണങ്ങളിലോ ഭക്ഷണത്തിലോ ഒന്നും തന്നെ ഇന്ദ്രിയ ചേഷ്ടകളായിട്ടുള്ള പലതിൽ നിന്നും അവർക്ക് വിരക്തി വന്നു വളരെ ചെറുപ്പത്തില്. അങ്ങനെ ഒരു 12 വയസ്സിനോട് അടുക്കുമ്പോഴാണ് ആര് വരുന്നത്? കൊട്ടാരത്തിലേക്ക് വിശ്വാമിത്ര മഹർഷി വന്നത്. നമ്മൾ ആ സന്ദർഭങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. അപ്പൊ കാര്യഗുരുവിൽ നിന്ന് കാരണഗുരുവിലേക്കൊരു പ്രയാണം. നമ്മൾ വിചാരിക്കണു ഒരു ഗുരുവേ ഉള്ളൂ, അല്ല, അനേകം ഗുരുക്കന്മാര്. രാമനെ രാമനാക്കുന്നതിൽ അനേകം ഗുരുക്കന്മാരുടെ പങ്കുണ്ടായിരുന്നു. അപ്പൊ നമ്മളെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരാൾ മാത്രമല്ല, അല്ലെങ്കിൽ മനുഷ്യരൂപത്തിലുള്ള ഒരാൾ മാത്രമല്ല നമ്മളുടെ ഗുരു എന്ന് പറയുന്നത്. ഈ പ്രകൃതിയും ചുറ്റുപാടുകളും ഒക്കെ നമുക്ക് ഗുരുവായി ചമയുമ്പോഴാണ് നമ്മുടെ വിദ്യാഭ്യാസം പൂർണ്ണമാകുന്നത്. 4 സബരികളിലൂടെയാണ് വിദ്യാഭ്യാസം പൂർണ്ണമാകുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ആദ്യത്തെ കാൽഭാഗം ആചാര്യാൽ പാദമാദത്തെ. ഒരു ജീവിതത്തിനെ ഒരു വൃത്തമായിട്ട്, ഒരു സർക്കിളായിട്ട് എടുത്താൽ ഈ വിദ്യാഭ്യാസ സർക്കിൾ 4ആയിട്ട് ഭാഗിക്കുക. 25 25 25 25 4 കാല് ചേരുമ്പോ 100ആയി അല്ലെ. അപ്പൊ ആദ്യ കാൽഭാഗം പകർന്നു തരുന്നത് ആരാണ്? നമ്മുടെ ആചാര്യന്മാരാണ്, നമ്മുടെ അധ്യാപകന്മാരാണ്, ഗുരുക്കന്മാരാണ്. ആചാര്യാൽ പാദമാദത്തെ. ഇനി പാദം ശിഷ്യ സ്വമേധയ. സ്കൂളിൽ നിന്ന് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ മിണ്ടാതെ വീട്ടിലിരുന്നാൽ പറ്റില്ല. ഗുരുകുലത്തിൽ അഭ്യസിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ വീട്ടിൽ അത് സ്വാധ്യായം ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതിന് നിരന്തരം ആ മന്ത്രമാണ് കിട്ടിയതെങ്കിൽ അന്നത്തെ കാലത്ത് മന്ത്രപുരശ്ചരണം ചെയ്യണം, അതിനെ ധ്യാനിക്കണം, സ്വാധ്യായം ചെയ്യണം, ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങള് പഠിക്കണം, ഇടപെടണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ റിഫ്ലക്ട് ചെയ്യാൻ പാകത്തിന് ഹോംവർക്ക് ചെയ്യണം അല്ലെ. അപ്പൊ പാദം ശിഷ്യ സ്വമേധയ, നമ്മൾ സ്വന്തമായിട്ട് പഠിക്കണം. അപ്പൊ 2 കാൽഭാഗം കഴിഞ്ഞു. ആചാര്യൻ ആദ്യത്തെ 25% കോൺട്രിബ്യൂട്ട് ചെയ്തു, അടുത്ത 25% നമ്മൾ ഹോംവർക്ക് ചെയ്തു. ഇനിയോ പാദം ബ്രഹ്മചാരിഭ്യ, ബ്രഹ്മചാരികളുടെ കൂടെ, നമ്മളുടെ ഫ്രണ്ട്സ്, നമ്മുടെ കൂട്ടുകാരന്മാര്, നമ്മുടെ കൂട്ടുകാരികളുടെ കൂടെ നമ്മൾ സഹവർത്തിത്വവും ക്ഷമയും പഠനവും പലതും നമുക്ക് അവരിലൂടെ ലഭിക്കും. പല അറിവുകൾ നമുക്ക് സന്നിവേശിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നിടത്ത് മറ്റൊരു കാൽഭാഗത്തിന്റെ പൂർത്തീകരണം നമുക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് അതും പോരാ, പാദം കാലക്രമേണച. കാലക്രമത്തിൽ നമുക്ക് സന്നിവേശിക്കുന്ന 4ാമത്തെ പാദഭാഗത്തെ കംപ്ലീറ്റ് ചെയ്യുന്ന അറിവ് എന്ന് പറയുന്നത് അനുഭവം കൊണ്ടുണ്ടാകുന്നതാണ്. ഇപ്പൊ സ്കൂളിൽ പോയി എന്ന് പറഞ്ഞതുകൊണ്ടോ, യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടോ, ഗുരുകുലം അഭ്യസിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടോ മാത്രം പൂർത്തിയാകാത്ത ഒന്നുണ്ട്. എന്താണത്? അനുഭവം കൊണ്ട്. ഈ നമ്മുടെ ഓരോരുത്തരുടെ മുതിർന്നവരെ നമ്മൾ ബഹുമാനിക്കും അല്ലേ? എന്തുകൊണ്ട്? അവർക്ക് കുറച്ചുകൂടിയും അനുഭവ സമ്പത്തുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, അവരുടെ പ്രവർത്തികളിൽ അത് കാണുവാനും സാധിക്കണം. അവരെ ആദരപൂർണരാക്കുന്നത് അതും കൂടിയാണ്. ഏജായി എന്ന് പറയുന്ന മുതിർന്നവരെ ബഹുമാനിക്കണം എന്ന് പറയുന്നത് സത്യം. മുതിർന്നവരെ ബഹുമാനിക്കാൻ ഉതകുന്ന പ്രവർത്തികൾ മുതിർന്നവർ ചെയ്യും വേണം. അപ്പൊ ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ്, ആ അനുഭവം കൂടി നമുക്ക് മനസ്സിലാകുമ്പോഴാണ് നമ്മളും ഇന്ന രീതിയിലൂടെയൊക്കെ കടന്നു പോകുമ്പോ, ഇപ്പൊ ഒരു അച്ഛന്റെ അല്ലെങ്കിൽ അമ്മയുടെ, ഒരു അധ്യാപകന്റെ മനസ്സ് നമുക്ക് ഉണ്ടാവില്ല. അതിലൂടെ കടന്നുപോയവർക്ക് അറിയാം. അപ്പൊ അച്ഛനും അമ്മയൊക്കെ നമ്മളെ പലപ്പോഴും വഴക്ക് പറയുമ്പോ പറയും, നീ ഒരച്ഛനാവുമ്പോ, നീ ഒരമ്മയാവുമ്പോ നിനക്കിത് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് പറയണത് ഒരിക്കലും നമുക്ക് പുസ്തകത്തിലൂടെ പഠിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. നമ്മൾ ആ ഉത്തരവാദിത്വം, ആ പോസ്റ്റിലേക്ക് എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന അറിവുകൾ അനവധി ഉണ്ട് എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്തൊക്കെയോ പുസ്തകം പഠിച്ചു, നമുക്ക് നിരത്തി എഴുതാനുള്ള ഡിഗ്രികൾ ഉണ്ടായി, നമുക്ക് കുറെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടായത് കൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസം പൂർണ്ണമാകുന്നില്ല എന്നുള്ളതാണ്. നോക്കൂ, രാമന്റെയും ലക്ഷ്മണന്റെയും ആ കുമാരന്മാരുടെയൊക്കെ ഒരു ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാൽ ഈശ്വരാവതാരങ്ങളാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഗുരുക്കന്മാരില്ലാതിരുന്നില്ല.
ജനിക്കുമ്പോഴേ സകല വിദ്യകളെയും പ്രദർശിപ്പിച്ചിട്ടല്ല രാമനും ലക്ഷ്മണനും കൃഷ്ണനും ഒന്നും വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊന്ന് ചിന്തിക്കാം, ഇവിടെ കാര്യഗുരുവിൽ നിന്ന് കാരണഗുരുവിലേക്കുള്ള ഒരു പ്രയാണമാണ് വസിഷ്ഠനിൽ നിന്നും വിശ്വാമിത്രനിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ വിശ്വാമിത്രന്റെ കഥയൊക്കെ നമ്മൾ പറഞ്ഞു. ഈ വിശ്വത്തിന്റെ തന്നെ മിത്രമാണ്, ഈ ലോകത്തിന്റെ തന്നെ ഫ്രണ്ടാണ് ആര്? വിശ്വാമിത്രൻ. വിശ്വത്തിന്റെ സുഹൃത്ത്, ലോകത്തിന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഈ മൈത്രി എന്ന് പറയും നമ്മള്. മൈത്രി എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. നമ്മളെ ഭാരതത്തില് യുണൈറ്റഡ് നേഷൻസില് നമ്മുടെ ഭാരതത്തിനെ പ്രതിനിധീകരിച്ച് പാടിയ ഒരു ശ്ലോകം, ഒരു പാട്ടാണ് മൈത്രീം ഭജത അഖില ഹൃജേത്രീം. MS സുഭലക്ഷ്മി യുണൈറ്റഡ് നേഷൻസില് ഭാരതത്തിന്റെ ശബ്ദം എന്ന് പറഞ്ഞുകൊണ്ട് ആലപിച്ചൊരു മന്ത്രം, ഒരു ഗാനം എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. എന്താണ്? മൈത്രീം ഭജത അഖില ഹൃജേത്രീം. മൈത്രിയെ തന്നെ ഭജിക്കൂ, മൈത്രി തന്നെ ശീലിക്കൂ, എല്ലാവരോടും സൗഹൃദം സ്ഥാപിക്കൂ. ജാതി മത ലിംഗ വർണ്ണ ഭേദമന്യേ, പക്ഷി മൃഗാദി ഭേദമന്യേ എല്ലാത്തിനോടും മൈത്രി സ്ഥാപിക്കാൻ സാധിക്കുന്നവർക്ക് അഖില ഹൃജേത്രീം, സകല ലോകങ്ങളെയും വിജയിക്കാൻ സാധിക്കുന്നത് അവർക്ക് മാത്രമാണ്. മൈത്രി ഈ ലോകത്തെ കീഴടക്കട്ടെ, മൈത്രി ഈ ലോകത്തെ കീഴടക്കട്ടെ. മറ്റൊന്നുകൊണ്ടും ഈ ലോകം കീഴടക്കാൻ നമുക്ക് സാധിക്കില്ല. നമുക്ക് വലിയ ആയുധങ്ങൾ ഉള്ളത് കൊണ്ടോ, നമ്മുടെ വാക്ചാതുര്യം കൊണ്ടോ, നമുക്ക് ഇത്ര ബലമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടോ, ബന്ധുബലം നമുക്ക് ഇത്ര ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടോ, നമുക്ക് ഇത്ര ധനമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടോ നമുക്ക് ഈ ലോകം കീഴടക്കാൻ പറ്റില്ല. നമുക്ക് കീഴടക്കാൻ സാധിക്കുന്നത് നമ്മുടെ സ്നേഹവും മൈത്രിയും മാത്രമാണ്. അതുകൊണ്ട് മൈത്രിയെ തന്നെ ഭജിക്കൂ എന്ന മന്ത്രമാണ് എക്കാലത്തും ആചാര്യന്മാർ നമുക്ക് പകർന്നു തന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ ആ പാട്ടൊക്കെ എടുത്ത്, ആ മന്ത്രമൊക്കെ എടുത്തൊന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കുവാനുള്ള ആ ഒരു മന്ത്രത്തെ നമ്മൾ എപ്പോഴും മനനം ചെയ്യണം എന്നുള്ളതാണ്. യുദ്ധം എന്ന് പറഞ്ഞാൽ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള യുദ്ധങ്ങളുണ്ട്. പുറത്തനേകം യുദ്ധങ്ങൾ നടത്തുന്നുണ്ട്. രാജ്യങ്ങൾ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷഭരിതമാകുന്നുണ്ട്. പക്ഷെ അകത്ത് അതിനേക്കാൾ ഭീകരമായ യുദ്ധവും നടക്കുന്നുണ്ട്. ഈ യുദ്ധങ്ങളെയൊക്കെ അവസാനിപ്പിക്കണമെങ്കിൽ നമ്മൾ ജപിക്കേണ്ടത് മൈത്രി എന്ന് പറയുന്ന മന്ത്രമാണ് എന്ന് ആര് കാണിച്ചു തരുന്നു? ശരിക്കും വിശ്വാമിത്രൻ കാണിച്ചു തരുന്നു എന്നുള്ളതാണ്. സകല എന്താ പറയാ മത്സരങ്ങളും മതങ്ങളും ഒക്കെ അവസാനിപ്പിച്ച് വിശ്വാമിത്രൻ തന്റെ ജീവിതം തന്നെ ഒരു സന്ദേശമാക്കി മാറ്റിയപ്പോഴാണ് അദ്ദേഹത്തിന് ആ പേര് അർത്ഥവത്തായത് അല്ലെ. അങ്ങനെയുള്ള ഒരാളാണ് ഈ രണ്ടു കുട്ടികളെ, 12 വയസ്സുള്ള, കേവലം 12 വയസ്സുള്ള, കൗമാരം വിടാത്ത അല്ലെ, പകല് ഉത്സാഹഭരിതമായ പകലിന് ശേഷം ഒരു താമര പകൽ സമയത്ത് ഗംഭീരമായിട്ട് ഇങ്ങനെ പുഞ്ചിരിച്ചു വിരിഞ്ഞു നിൽക്കുന്നു. അത് കഴിഞ്ഞ് സന്ധ്യ ആവുമ്പോൾ അത് കൂമ്പിപ്പോകുന്നത് പോലെ ഈ കുട്ടികള് ഉത്സാഹത്തോടുകൂടി വളരെ ഊർജത്തോടുകൂടി ഒക്കെ കളിച്ച് സന്ധ്യയോട് അടുക്കുമ്പോൾ ഇങ്ങനെ വാടിപ്പോകുന്ന നിഷ്കളങ്കതയെ പ്രതിനിധീകരിക്കുന്നുണ്ട് പല ശ്ലോകങ്ങളിലും വാൽമീകി മഹർഷി എന്ന് പറയുന്നത്. അപ്പോ ഇതൊക്കെ വിശ്വാമിത്രൻ കണ്ട് ആ കുട്ടികളെ അതാത് കാലഘട്ടത്തിൽ വേണ്ട പരിരക്ഷകൾ ചെയ്യാനുള്ളൊരു ശക്തി അവരിൽ നിക്ഷേപിച്ചുകൊണ്ടാണ് യാത്ര ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഒരു ശ്ലോകത്തിലാണ് കഴിഞ്ഞ ദിവസം അവസാനിപ്പിച്ചത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള പാഠങ്ങളാണ് വിശ്വാമിത്ര മഹർഷി ആ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നത്. MS സുബലക്ഷ്മിയുടെ ശബ്ദമാധുര്യത്തോടുകൂടി നമ്മള് സുപ്രഭാതത്തെ, ഓരോ സുപ്രഭാതത്തെയും ഗണഗംഭീരമാക്കുന്ന ഒരു ശ്ലോകമുണ്ട് വാൽമീകി രാമായണത്തിൽ. കൗസല്യ സുപ്രജ രാമ പൂർവ സന്ധ്യ പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരശാർധൂല കർത്തവ്യം ദൈവമാന്നികം. ആന്നികം ദൈവം കർത്തവ്യം, ദൈവീകമായ കർത്തവ്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൗസല്യയുടെ സുപ്രജ, നല്ല കുട്ടി ഒന്ന് എഴുന്നേൽക്കൂ. രാവിലെ വളരെ വാത്സല്യം തുളുമ്പുന്ന, വളരെ മധുരം തുളുമ്പുന്ന വാക്കുകളോടുകൂടിയാണ് വിശ്വാമിത്ര മഹർഷി ഒരു അമ്മയ്ക്ക് തുല്യമായി. ഇപ്പൊ അമ്മയില്ല അടുത്ത്, അച്ഛനില്ല അടുത്ത്, കൊട്ടാരത്തിലെ അന്തരീക്ഷങ്ങളില്ല. കൊട്ടാരത്തിൽ മഹാരാജാവിന് പള്ളിക്കുറുപ്പുണർത്തുക എന്ന് പറഞ്ഞ വലിയ ചടങ്ങാണ്. രാജാവിന്റെ സ്തുതി പാഠകന്മാർ വന്ന് രാവിലെ രാജാവിനെ ഉണർത്തുന്നത് തന്നെ വളരെ മധുരമായ സംഗീതം പൊഴിച്ചുകൊണ്ടാണ്, രാജാവിനെ സ്തുതിച്ചുകൊണ്ടാണ്. പക്ഷെ ആ സാഹചര്യങ്ങളിലൊക്കെ വളരേണ്ടിയിരുന്ന ക്ഷത്രിയ കുമാരന്മാരാണ് രാമനും ലക്ഷ്മണനും ഒക്കെ. അവര് കാട്ടിൽ വന്ന് ഈ കളകൂചനങ്ങളാണ് കേൾക്കുന്നത്. ഈ പ്രകൃതിയുടെ പള്ളിക്കുറുപ്പ്, ആ സംഗീതമാണ് അവർക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ്.
അപ്പൊ അതിന്റെ കൂടെ വിശ്വാമിത്രൻ പറയുന്നത് കൗസല്യയുടെ സുപ്രജ, ദുഷ്പ്രജ എന്നല്ല, നല്ല കുട്ടി എന്നാണ് വിളിക്കുന്നത് അല്ലെ. അപ്പോ എപ്പോഴും സ്കൂളിലൊക്കെ വന്നു കഴിഞ്ഞാൽ അധ്യാപകരൊക്കെ മിക്കവാറും ഈ ശ്ലോകങ്ങളൊക്കെ പറയാറുണ്ട്. ഈ സംസ്കൃതം ക്ലാസ്സിലൊക്കെ അല്ലെങ്കിൽ മലയാളം ക്ലാസ്സിലൊക്കെ പറയാറുണ്ട്. അപ്പൊ നിങ്ങളുടെ അമ്മ നിങ്ങളെ എങ്ങനെയാ വിളിച്ചുണർത്തുക? അപ്പൊ ഒരു കുട്ടി പറയാണ്, ആദ്യം മോനെ പൊന്നെ മുത്തേ എന്നൊക്കെ വിളിക്കൂത്രേ. ഈ പറഞ്ഞ പോലെ കൗസല്യ സുപ്രജ, അമ്മയുടെ നല്ല കുട്ടി എഴുന്നേൽക്കൂ എന്നൊക്കെ പറയൂത്രേ. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ വിളിയില് ശബ്ദം കുറച്ച്, ഇപ്പൊ എന്റെ ശബ്ദം ഇങ്ങനെ ആയ പോലെ, അത് കഴിഞ്ഞ് കുറച്ചുകൂടി ശബ്ദമൊക്കെ മാറ്റും. പിന്നെ ഈ സുപ്രജ എന്നുള്ള സ്ഥാനത്ത് ദുഷ്പ്രജ എന്ന് വരും. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിളിച്ചുണർത്തുക എന്നാണ് പറയണത്. കാരണം സ്കൂൾ ബസ് വരാറായി, അവന് സമയമായി, അവൻ എഴുന്നേക്കണില്ല. അപ്പൊ ആദ്യത്തെ വിളികളൊക്കെ വളരെ വാത്സല്യ സമ്പൂർണമായിരിക്കും, പിന്നീട് അതിന് മാറ്റം വരും എന്നുള്ളത്. അപ്പൊ കുട്ടികളെ ഇത്രയും കർക്കശ്യക്കാരനാണെന്ന് മുൻപ് നമുക്ക് തോന്നിപ്പിച്ച, ഇനി കുട്ടികളെ വിട്ടു നൽകിയില്ലെങ്കിൽ ദശരഥനെയും രാജ്യത്തിനെയും ശപിച്ചു ഭസ്മമാക്കാൻ പോന്നിരുന്ന കോപത്തോടു കൂടി നിൽക്കുന്ന മഹർഷിയാണ് ഇപ്പൊ നേരെ ഒരു മാതാവിന്റെയോ പിതാവിന്റെയോ ഒക്കെ ഒരു വാത്സല്യം അറിയാതെ ഉള്ളിൽ വന്ന് ആ കുട്ടികളെ ഇപ്രകാരം, നീ നരശാർധൂല, ഉത്തിഷ്ട നരശാർധൂല, നരന്മാരിൽ തന്നെ ശ്രേഷ്ഠനായുള്ള രാമ ലക്ഷ്മണ എഴുന്നേറ്റാലും എന്ന് പറഞ്ഞുകൊണ്ട് വാത്സല്യത്തോടുകൂടി വിളിച്ച് പ്രഭാത കൃത്യങ്ങൾ കൃത്യമാക്കാനുള്ള ആ ഒരു ഉത്തരവ്. രാവിലെ എഴുന്നേറ്റു, കാര്യങ്ങളൊക്കെ ചെയ്യൂ, ദൈവികമായ നിന്റെ കർത്തവ്യങ്ങളിലേക്ക് കടക്കൂ എന്നുള്ളത്. നമ്മളിപ്പോ സ്നേഹവും വാത്സല്യവും വിശ്വാമിത്രനേക്കാൾ കൂടുതലായി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ഞായറാഴ്ചയൊക്കെ ആണെങ്കിൽ എൻ്റെ കുട്ടി 5 ദിവസം 6 ദിവസവും പഠിച്ചു വരികയല്ലേ, കഷ്ടപ്പെട്ട് വരികയല്ലേ എന്ന് കരുതിയിട്ട് 10-12 മണി വരെ കിടന്നുറങ്ങിയാലും നമ്മൾ വിളിക്കൂല്ല, അവരെ ഒന്നും പറയൂല്ല. നേരെ മറിച്ച് പ്രഭാത കൃത്യങ്ങളെല്ലാം ചെയ്ത് നിന്റെ സന്ധ്യാവന്തനാദികൾ ചെയ്ത് നോക്കൂ. നമ്മള് ഒരു സംസ്കൃതിയുടെ ഭാഗമായി സഞ്ചരിക്കുന്ന ആളുകളാണ്. അപ്പൊ നമുക്ക് നമ്മുടെ അനുഷ്ഠാനങ്ങൾ എത്ര തന്നെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മളുടെ കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതിൽ നമ്മൾ പിശുക്ക് കാണിച്ചാൽ പിന്നീട് അവർ ഈ ആചാരാനുഷ്ഠാനങ്ങളെ പരിപാലിക്കുന്നില്ല. ഇപ്പൊ എല്ലാവരും പറയാറുണ്ടല്ലോ, കുട്ടികൾക്ക് ആചാരാനുഷ്ഠാനങ്ങൾ അറിയുന്നില്ല, മൂല്യങ്ങൾ അറിയുന്നില്ല, കുട്ടികൾക്ക് സ്നേഹമില്ല, വൈകാരിക ബന്ധമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ശീലിപ്പിക്കാത്തത് ആരാണ്? ഒരു വിശ്വാമിത്രന്റെയും മാതാവിന്റെയും പിതാവിന്റെയും യഥാർത്ഥ കർത്തവ്യം മറക്കുന്നത് ആരാണ്? നമ്മൾ തന്നെയാണ്. എന്നിട്ട് നമ്മൾ പഴി പറയുന്നത് ആരെയാണ്? ഇന്നത്തെ കുട്ടികളെ ഇങ്ങനെയാണ്, ഇന്നത്തെ കുട്ടികള് വഴിതെറ്റി സഞ്ചരിക്കുന്നു, അവർക്കൊന്നും ഒരു സ്നേഹം ഇല്ല, പണ്ടത്തെ പോലെ നന്ദിയും കടപ്പാടും ഒന്നുമില്ല. ഇതൊക്കെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇത് വീട്ടിൽ നിന്നും നമ്മൾ ശീലിക്കേണ്ട കുറെ മൂല്യങ്ങളുണ്ട്. കുടുംബം എന്ന് പറയുന്നത് കൊണ്ടാണല്ലോ. കൂടുമ്പോൾ ഇമ്പമുള്ളതാകണമെങ്കിൽ ആ ഇമ്പം നമ്മൾ എങ്ങനെ, ഏത് രീതിയിലാണ് ആ കുട്ടികൾക്ക് സന്നിവേശിപ്പിക്കേണ്ടത്? കുലധർമ്മങ്ങൾ വഴി. കുലധർമ്മം ച മാം ച പാലയ പാലയ എന്ന് പറയും നമ്മൾ ഭദ്രകാളി സ്തുതി ചൊല്ലുന്ന സമയത്ത് അല്ലെ. അപ്പൊ കുലധർമ്മങ്ങള്, കുലത്തിന്റെ ആചാരങ്ങളെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം. ഒരു വിവാഹം നടക്കുമ്പോ, ഒരു മരണം നടക്കുന്ന സമയത്ത്, ഒരു പിറന്നാൾ നടക്കുന്ന സമയത്ത് എന്തൊക്കെ ആചരിക്കണം? നമ്മൾ ഇന്ന് ഒരു ഫാന്റസി ലൈഫാണ്. ഭൗതികമായിട്ട് മാത്രം എന്തൊക്കെയോ എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേക്ക് കട്ട് ചെയ്യുന്നു. അതൊക്കെ നിങ്ങളുടെ ആഘോഷങ്ങളുടെ ഭാഗമാണ്, അത് ചെയ്യരുത് എന്നല്ല. ഒപ്പം തന്നെ ഒരു പിറന്നാളുകാരൻ ആചരിക്കേണ്ടത് എന്താണ്? പിറന്നാള് എന്ന് പറഞ്ഞാൽ എന്താണ് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ ആ കുട്ടിയെ അന്ന് ആരതി ഒഴിയാനെങ്കിലും അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഒരാൾ ചെയ്തു കൊടുക്കാൻ ഉണ്ടാവണം. അങ്ങനെയുള്ള ആചാരങ്ങളുടെ ഭാഗമാകുമ്പോഴേ നമ്മൾ ഇതിൽ അഭിമാനം കൊള്ളാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പ്രതിജ്ഞ, സമ്പൂർണവും വൈവിധ്യപൂർണവുമായിട്ടുള്ള എൻ്റെ സംസ്കാരത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഇന്നൊന്നും പ്രതിജ്ഞയൊന്നും ചൊല്ലില്ല. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ഈ പ്രതിജ്ഞ ചൊല്ലുന്നുണ്ട്. നാനാത്വത്തിൽ ഏകത്വം. നമ്മൾ പല ജാതിക്കാരാണ്, പല മതക്കാരാണ്, പല സ്വഭാവക്കാരാണ്, പല ശരീരക്കാരാണ്, പല പ്രകൃതിക്കാരാണ്. പക്ഷേ അതിലൊക്കെ ഉപരി നമ്മൾ ഒന്നാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ധർമ്മമുണ്ട്. അങ്ങനെ ആചരിപ്പിക്കുന്ന ചില ശീലങ്ങളുണ്ട്. അതൊരു സംസ്കൃതിയുടെ ഭാഗമാണ്. ഇതൊക്കെ ആചരിപ്പിക്കാൻ ആളുകൾ ഇന്ന് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഒരു വിശ്വാമിത്രന്റെ ധർമ്മം നമ്മൾ മറക്കരുത് എന്ന് നമ്മളെ
ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രംഗത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെ ഓരോ പ്രഭാതങ്ങളും മനോഹരമായി ഈ കുട്ടികൾ വിശ്വാമിത്രനോടൊപ്പം കാട്ടിലൂടെ ഇങ്ങനെ അനേകം കിലോമീറ്ററുകൾ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അവിടെ അവർക്ക് പുഴ കാണാൻ സാധിച്ചു, അവർക്ക് വലിയ വലിയ നദികൾ കാണാൻ സാധിച്ചു, സമുദ്രം കാണാൻ സാധിച്ചു, പല പല വടവൃക്ഷങ്ങളെയും കാണാൻ സാധിച്ചു, ഈ പ്രകൃതി എന്ന ഗുരുനാഥനെ തന്നെ കാണാൻ സാധിച്ചു. രാമൻ ചോദിക്കുന്നുണ്ട്, രാമന്റെ കൗതുകകരമായിട്ടുള്ള ചില സംശയങ്ങൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതേതാ നദി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ മഹർഷി പറയുന്നുണ്ട്, ഇതാണ് സരയൂ എന്ന് പറയുന്നുണ്ട്. മാനസ സരോവർ എന്ന് പറയുന്ന തടാകത്തിൽ നിന്നും ബ്രഹ്മാവിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഒഴുകുന്ന ഒരു നദിയായിട്ട് മാറുന്ന ഒരു സംഗതിയുണ്ട്, അതിനെയാണ് സരയൂ. സരയൂ നദി വളരെ വളരെ പാവനമാണ്. അയോധ്യയെ സമൃദ്ധമാക്കുന്ന ഒരു നദിയാണ് സരയൂ എന്ന് പറയുന്നത്. അപ്പൊ ഈ സരയുവിന്റെ തീരങ്ങളിലാണ് ഈ അയോധ്യ എന്നുള്ള പ്രദേശത്ത് സാക്ഷാൽ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ കുട്ടിക്കാലങ്ങളൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ സരയൂ ചെന്ന് ഗംഗയിൽ ചേരുന്ന ഒരു സ്ഥലമുണ്ട്. നദി ചെന്ന് എവിടെ ചേരുന്നു? സമുദ്രത്തിൽ ചേരുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പൊ ഈ ഗംഗാനദി കടന്നു പോകുമ്പോൾ ഇവര് തോണിയിലൂടെയാ പോകുന്നത്. വിശ്വാമിത്രനും രാമനും ലക്ഷ്മണനും ഒക്കെ ഈ സരയൂ ക്രോസ് ചെയ്യുന്നത്, അല്ല ഈ നദി ക്രോസ് ചെയ്യുന്നത്, ഗംഗ ക്രോസ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. അപ്പോഴാണ് ഈ സരയൂ എന്ന് പറയുന്ന നദി ചെന്ന് സമുദ്രത്തിൽ ചേരുന്നത്. അല്ലെങ്കിൽ സമുദ്രം ചെന്ന് ഗംഗാ നദി ചെന്ന് ഗംഗാസമുദ്രം ചെന്ന് സരയുവിനെ കൂട്ടിക്കൊണ്ടുവരുന്ന ജീവാത്മാ പരമാത്മാ ഐക്യത്തിന്റെ ഒരു ഭാഗമൊക്കെ അവിടെ കാണാം. അപ്പൊ പെട്ടെന്നൊരു ശബ്ദം കേൾക്കണം അവർക്ക്. പെട്ടെന്ന് തീര ഉയരുന്നു, പൊങ്ങുന്നു, ഒരു പ്രത്യേകതരം വാദ്യഘോഷങ്ങളോടുള്ള ഒരു കാഹളം കേൾക്കുമ്പോൾ രാമൻ വിശ്വാമിത്ര മഹർഷിയോട് ചോദിക്കുന്നു, എന്താണ് ഈ ശബ്ദം? പെട്ടെന്ന് ഒരു നദിയിലൂടെ ഇങ്ങനെ തോണിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അതിനൊരു മാറ്റം കണ്ടപ്പോൾ, ആ ജലപ്രവാഹത്തിന്റെ ആകൃതിയിലുള്ള വ്യത്യാസം കണ്ടപ്പോൾ, ശബ്ദത്തിലുള്ള വ്യത്യാസം കണ്ടപ്പോൾ രാമൻ ചോദിക്കുന്നുണ്ട്, ഗുരുനാഥ ഇതെന്താണ്? ഈ വാദ്യഘോഷങ്ങൾ എന്താണ് ഇവിടെ കാണാൻ കേൾക്കാൻ സാധിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നദി സമുദ്രത്തിൽ ചെന്ന് ചേരുന്ന ആ ഒരു വലിയൊരു ഭാവത്തെയാണ് ഇവിടെ കവി വർണ്ണിക്കുന്നത്. ഇഷ്ടം പോലെ പ്രകൃതി വർണ്ണനയുണ്ട് വാൽമീകി രാമായണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് നദിയാകുന്ന ജീവാത്മാവ് പരമാത്മാവാകുന്ന സമുദ്രത്തിൽ എത്തിച്ചേരുന്ന ഘനഗാംഭീര്യത്തെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് എന്നൊക്കെയാണ് വിശ്വാമിത്രൻ ആ കുട്ടികളെ ഒരു ലളിതമായ ഭാഷയിൽ ഇതിന്റെ അർത്ഥത്തെ തന്നെയാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഇന്ന് നദികളില്ല, സമുദ്രങ്ങളില്ല. സമുദ്രങ്ങളുണ്ട്, പക്ഷെ സമുദ്രത്തിൽ നമ്മൾ എൻജോയ് ചെയ്യാനാണ് പോകുന്നത്. നദികൾ നമുക്ക് കാണാനില്ല പ്രത്യക്ഷത്തില്. പുഴ എന്ന് പറയുമ്പോഴും നമുക്ക് ഒഴുക്ക് കാണാനില്ല. പുഴ എന്ന് പേര് മാത്രമേ ഉള്ളൂ. പുഴയിൽ ഓരോന്നും പുതിയ വെള്ളമായിരിക്കുന്നു നമ്മൾ പഠിച്ചിട്ടില്ലേ അല്ലേ? നമ്മൾ മുങ്ങി നിവരുന്നത് പുതിയതിലായിരിക്കുമെന്ന് ഇന്ന് അവകാശപ്പെടാൻ നമുക്ക് സാധിക്കില്ല. കാരണം പുഴയില്ല എന്ന് തന്നെ പറയാം. ഇനി കെട്ടി നിർത്തിയത് കൊണ്ട് ചില ചെക്ക് ഡാമുകളെ നമ്മൾ പുഴയായിട്ട് കരുതുന്നു. പ്രകൃതി എത്രമാത്രം ചുരുങ്ങിപ്പോയിരിക്കുന്നു മനുഷ്യന്റെ ചൂഷണം കൊണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ പുഴ ഒഴുകി ഒഴുകി ചെന്ന് ചേരുന്നത് അതിന്റെ ആസ്ഥാനമാകുന്ന സമുദ്രത്തിലാണ്. പക്ഷെ ഇന്നേ വരെ പുഴകളൊക്കെ ജോയിൻ ചെയ്ത് സമുദ്രത്തിലെത്തിയപ്പോൾ സമുദ്രത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ടോ? പുഴ വന്ന് ചേർന്നു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഉണ്ടായിട്ടില്ല. വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് വേറെ, പ്രകൃതി കലുഷിതമാകുമ്പോൾ ഉണ്ടാകുന്ന വെള്ളപ്പൊക്കങ്ങളൊക്കെയാണ് ഫ്ലഡ് എന്ന് പറഞ്ഞ രീതിയിൽ ഉണ്ടാകുന്നത് എന്നുള്ളത്. പക്ഷെ പുഴയൊഴുകി ചെന്ന് ചേർന്നിട്ട് ഒരു സമുദ്രവും ഇതുവരെ കരകവിഞ്ഞിട്ടില്ല, വെള്ളപ്പൊക്കം ഉണ്ടായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത്. അത് അതിനെ സ്വീകരിക്കും. എത്ര ജലം വന്നാലും അതിനെ സ്വീകരിക്കാനുള്ള ഒരു കപ്പാസിറ്റിയോട് കൂടിയാണ്. അപ്പൊ പരമാത്മാ എന്നുള്ള ശബ്ദത്തോടു കൂടി ചേർത്ത് വെക്കുമ്പോൾ പുഴകളാകുന്ന, നദികളാകുന്ന, തടാകങ്ങളാകുന്ന നമ്മൾ ഓരോരുത്തരും ചെന്ന് ചേരുന്നത് സാക്ഷാൽ പരമാത്മാവാകുന്ന സമുദ്രത്തിലേക്കാണ് എന്നുള്ള അർത്ഥത്തിലാണ് ശരിക്കും ആ നദികളുടെ ചേർച്ചയെ ഇവിടെ വിശ്വാമിത്ര മഹർഷി ആ അദ്വൈത ബോധത്തെ കുട്ടികൾക്ക് പ്രത്യക്ഷത്തിൽ കാണിച്ചു കൊടുക്കുകയാണ് അല്ലെ. പകർന്നു കൊടുക്കുന്ന ഓരോ അനുഭവങ്ങളാണ്. മരങ്ങൾ കാണുമ്പോൾ, പൂക്കൾ കാണുമ്പോൾ അതിന്റെ സൗരഭ്യങ്ങളെയൊക്കെ കുട്ടികൾ ആദ്യമായിട്ട് പകർന്ന, നമ്മൾ ഒന്നല്ല 2-3 പ്രാവശ്യം ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാത്ത ചോദ്യമാണ് ഈ കുട്ടി ചോദിക്കണമെങ്കിൽ മിണ്ടാണ്ടിരിക്കട അവിടെ പറയും. ഒരു കുട്ടി, ഞാനിങ്ങനെ ഒരു അമ്പലത്തിൽ പോയി പ്രദക്ഷിണം വെക്കണ സമയത്ത്, ഗണപതി ക്ഷേത്രമാണ്, അപ്പൊ അച്ഛൻ ഇങ്ങനെ വിരലൊക്കെ ഇങ്ങനെ പിണച്ചു വെച്ച്, കാല് പിണച്ചു വെച്ച് ഗണപതിക്ക് എത്തമിടുന്നുണ്ട്. അപ്പൊ ആ കുട്ടി ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സംഗതിയാണല്ലോ, ഇത് എന്താന്ന് ചോദിക്കുന്നുണ്ട് അച്ഛനോട്. അപ്പൊ ഇതിവിടെ എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു. അല്ല അച്ഛൻ എന്തിനാ ചെയ്യണത്? വേറെ ദേവതകളുടെ അടുത്തൊന്നും ചെയ്യണില്ല, വിഷ്ണുവിന്റെ അടുത്ത് ചെയ്യണില്ല, ഇവിടെ മാത്രം എന്തിനാ ചെയ്യണേ ചോദിക്കണ്ട കുട്ടി.
അപ്പൊ കുറേ നേരം ഈ ചോദ്യങ്ങൾ കേൾക്കാൻ വയ്യാണ്ടായപ്പോ മിണ്ടാതിരിക്കുക, അവിടെ അമ്പലത്തിൽ വന്ന് സംസാരിക്കാൻ പാടില്ല, ഇങ്ങനെ പറഞ്ഞിട്ടാണ് അവനെ അമർത്തുന്നത്. എന്തിനാണ് ഏത്തമിടുന്നത്? ഗണപതിക്ക് എന്തിനാണ് ഏത്തമിടുന്നത്? ഇനി ഗണപതിയുടെ മുമ്പിൽ മാത്രം ഏത്തമിട്ടാൽ മതിയോ? വീട്ടിൽ വെറുതെ ഏത്തമിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഫലം ഉണ്ടോ? ഇത് നമ്മൾ അറിയണ്ടേ? വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു ലോകത്ത് ശാസ്ത്ര ത്വരതയോടുകൂടി നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഇതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു ജിജ്ഞാസ, ആ ത്വര നമ്മുടെ ഉള്ളിലും വേണ്ടേ? അപ്പൊ കുട്ടികൾക്ക് അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഇന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കൈത്തുമ്പിൽ അവൈലബിൾ ആണ്, മൊബൈലിലൂടെ അവൈലബിൾ ആണ്. ഇതൊക്കെ നോക്കി സെർച്ച് ചെയ്ത് അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് വരാനുള്ള ഒരു ഹോംവർക്ക് ആയിട്ട് നമുക്കിത് മാറട്ടെ. ഏത്തമിടുന്നതിന്റെ ശാസ്ത്രീയത എന്താണ്? ഗണപതിക്ക് മാത്രമാണോ ഏത്തമിടുന്നത്? ഇത് 2 ചോദ്യങ്ങള് നമുക്കൊരു ഹോംവർക്ക് ആയിട്ട് മാറ്റാം. അടുത്ത സത്സംഗത്തിൽ ഇതിന്റെ ഉത്തരം കണ്ടുപിടിച്ചുകൊണ്ട് വരിക. തത്വവിചാരത്തോടൊപ്പം നമുക്കത് അവതരിപ്പിക്കാം എന്നുള്ളതാണ്. അപ്പൊ ഒരു ഹോംവർക്കോട് കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കും, നമ്മൾ സ്വാധ്യായം ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ വിശ്വാമിത്ര മഹർഷി ഈ കുട്ടികളെ പ്രകൃതി മുഴുവൻ പരിചയപ്പെടുത്തി. പിന്നെയോ വിശപ്പും ദാഹവും അറിയാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഈ കുട്ടികൾക്ക് ബല അതിബല എന്ന് പറയുന്ന 2 മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. കാടല്ലേ അല്ലെ? അപ്പോ കുട്ടികൾ ഏറ്റവും നമ്മളെയൊക്കെ അലട്ടുന്ന ഏറ്റവും പ്രശ്നം, നമ്മൾ പറയാറില്ലേ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നെങ്കിൽ നമ്മൾ തമാശക്കെങ്കിലും നമ്മൾ പറയാറുണ്ട്. തമാശയല്ല അത്, സത്യത്തിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലെ? ഭക്ഷണത്തിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത്, അങ്ങനെയുള്ള ആളുകളെ ശ്രദ്ധിക്കണം. അതായത് ചിലര് തമാശക്ക് ചോദിക്കാറുണ്ട്, നീ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണോ ജീവിക്കണമെന്ന് ചോദിക്കാറില്ലേ? അപ്പോ അതാണോ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ എങ്ങനെയെങ്കിലും മിതത്വമായിട്ട് ആ ജീവിതത്തില് ജീവിക്കാൻ ആ ലളിതമായിട്ട് എന്തൊക്കെയാണ് ആവശ്യം, അതിലൂടെ അല്ലേ നമ്മൾ ജീവിക്കുന്നു എന്നുള്ള അർത്ഥം. ക്ഷമിക്കണം. അപ്പൊ അങ്ങനെ അങ്ങനെ ബല അതിബല ഇങ്ങനെ 2 മന്ത്രങ്ങള് വിശ്വാമിത്ര മഹർഷി പൈതാഹാദികളെ ജയിക്കുവാൻ വേണ്ടി രാമനും ലക്ഷ്മണനും പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്തിനാണ് വിശപ്പിനെയും ദാഹത്തിനെയും ജയിക്കുന്നത്? കുട്ടികളാണ്, 12 വയസ്സുള്ള കുട്ടികളാണ്. നമുക്ക് എല്ലാവർക്കും വിശക്കുന്ന പോലെ അവർക്കും വിശക്കും. അവർക്ക് വിശപ്പും ദാഹവും ഒന്നും പൊറുക്കാനുള്ള ഒരു ശക്തി ചിലപ്പോൾ ആ പ്രായത്തിൽ കിട്ടിക്കൊള്ളമില്ല. അപ്പൊ ആ ഒരു പക്വതയിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടി ഒരു ആധ്യാത്മികമായിട്ടുള്ള ഒരു പരീക്ഷയും കൂടിയാണിത്. സ്വാഭാവികമായിട്ടും ഭക്ഷണം കിട്ടാത്ത ഒരാൾക്ക്, ഭക്ഷണം കിട്ടുന്നില്ല, വസ്ത്രമില്ല എന്ന് പറയുന്ന ആൾക്ക് ഭക്ഷണവും വസ്ത്രവുമായിരിക്കും കൺകണ്ട ദൈവം. അത് കിട്ടിയിട്ടേ പിന്നെ അടുത്ത ആവശ്യങ്ങൾ ഉണ്ടാവുള്ളൂ. അതുവരെ വേറെ ആവശ്യങ്ങൾ ഉണ്ടാവില്ല. എനിക്ക് കാറ് വേണമെന്നോ, എനിക്ക് ബൈക്ക് വേണമെന്നോ, എനിക്ക് നല്ലൊരു വീട് വെക്കണമെന്നോ ഒന്നും അല്ല. പ്രാഥമികമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യം എന്താ? ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഒരു ദരിദ്രനെ സംബന്ധിച്ച് ഭക്ഷണം വേണമെന്ന് മാത്രമാണ് ആവശ്യം. അത് കഴിഞ്ഞ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി കഴിഞ്ഞാലാണ് എനിക്ക് ശരീരം മറയ്ക്കാൻ ഒരു വസ്ത്രം കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള ഇത്. ഇനി വസ്ത്രത്തിന്റെ കാര്യത്തിലും സംതൃപ്തനായ ഒരാൾക്ക് പിന്നീടാണ് മറ്റു ആഗ്രഹങ്ങൾ മനസ്സിൽ പൊങ്ങി വരുന്നത്. അപ്പൊ ഓരോ ആഗ്രഹങ്ങളും നമ്മുടെ ഉള്ളില് പൊങ്ങി വരുന്ന സമയത്ത് അത് കൃത്യമായിട്ട് ഡയറക്റ്റ് ചെയ്യാനുള്ള ഒരാള്, ഒരു മാസ്റ്റർ, ഒരു ഗുരുനാഥൻ എവിടെ ഇരിക്കുന്നുണ്ട്? സത്യത്തിൽ നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട്. ഉള്ളിലൊരു ട്യൂഷൻ മാഷ് ഉണ്ട് എന്ന് പറയുന്ന പോലെ ഇൻട്യൂഷൻ എന്ന് പറയുന്നു, ആത്മാവബോധം എന്ന് പറയുന്നു. അപ്പൊ നമ്മളുടെ വിശപ്പിനെ, നമ്മുടെ ദാഹത്തെയൊക്കെ നമ്മൾ ശമിപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ ഓരോരോ കാമനകൾ പുറത്തു വരികയായി. കാമനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ പ്ലഷർ എന്ന് മാത്രമല്ല അർത്ഥം. കാമത്തിന് പല വിധത്തിലുള്ള ആഗ്രഹങ്ങളാണ്. ധാർമ്മികമായിട്ടുള്ള ആഗ്രഹങ്ങൾ ചിലപ്പോൾ പറയാറുണ്ട്. ഇവിടെ അധാർമികമായിട്ടുള്ള ആഗ്രഹങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ ആഗ്രഹിക്കാൻ പാടാത്ത ചില കാര്യങ്ങൾ, അത് സാറ്റിസ്ഫൈ ചെയ്താൽ, അത് സാധിച്ചു കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിന്റെ സാക്ഷാത്കാരം തന്നെ ഉണ്ടാവാത്ത ഒരു അവസ്ഥയിലേക്ക് എന്നെ തള്ളിവിടുന്ന ചില കാമനകൾ എൻ്റെ ഉള്ളിൽ അങ്കുരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ, അതിനെ മുളയിലേ നുള്ളണോ വേണ്ടയോ? നുള്ളിക്കളയണം അല്ലെ? ദത്താത്രേയ മഹർഷി ഭൂമി ചുറ്റിക്കറങ്ങാൻ വന്ന സമയത്ത് ഒരു സമുദ്രം കണ്ടു. ആ സമുദ്രത്തിൽ ഒരു പുൽക്കൊടി കിടക്കണു അത്രേ. അപ്പൊ പുൽക്കൊടി കണ്ടപ്പോ മഹർഷി വിചാരിച്ചു, അതിനെ തന്നെ നോക്കി നിന്നു കുറച്ചു നേരം.
അപ്പൊ സമുദ്രം പതുക്കെ പതുക്കെ വന്ന് ആ പുൽക്കൊടി എടുത്ത് കരയിലേക്ക് ഇട്ടു. അങ്ങനെ നീ എന്റെ മേലെ കയറി ഇരിക്കണ്ട, കരയിലേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞു, പുറത്താക്കി. അപ്പൊ ദത്താത്രേയ മഹർഷി ഇങ്ങനെ നോക്കണേ, എന്താ അല്ലെ സമുദ്രത്തിന്റെ ഒരു അഹങ്കാരം നോക്കണേ. ഇത്രയും വലിയ സ്പേസ് തന്നിൽ ഉണ്ടായിട്ടും ഒരു ചെറിയ പുൽക്കൊടിക്ക് പോലും ഇത്തിരി കിടക്കാൻ സ്ഥലം കൊടുത്താൽ എന്ത് പോയി അല്ലെ? ഇതിൽ ജീവിക്കാൻ ഒരു ഇടം നൽകിയാൽ, ഒരു സ്പേസ് നൽകി കഴിഞ്ഞാൽ എന്താ സംഭവിക്കപ്പോ? പക്ഷെ സമുദ്രം കൊടുത്തില്ല. പിന്നെയും ആ പുൽക്കൊടിയുടെ ഒരു ധാർഷ്ട്യം കാരണമോ ആ പുൽക്കൊടി വീണ്ടും പോയി സമുദ്രത്തിൽ ചാടും. അങ്ങനെ ഇപ്പൊ വേണ്ട, നീ എന്നെ അങ്ങനെ ഉന്തി പുറത്താക്കണ്ടെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോ സമുദ്രത്തിന് ദേഷ്യം വന്ന് വീണ്ടും ആ പുൽക്കൊടിയെ കരയിലേക്കാക്കി. മൂന്നാമതും ഈ പുൽക്കൊടി വന്ന് ചാടുന്നു, സമുദ്രം അതിനെ പുറത്താക്കുന്നു. അങ്ങനെ അകത്താവലും പുറത്താവലുമായിട്ട് കുറെ നേരം നിന്നപ്പോ സമുദ്രത്തിനെതിരെ വലിയ കോപം തന്നെയായി ആർക്ക്? ദത്താത്രേയ മഹർഷിക്ക്. പക്ഷെ ആ കോപം ഒരു ശാപത്തിലേക്കോ വേറെ നൈരാശ്യത്തിലേക്കോ ഒന്നും പോയില്ല. അത് തണുത്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി സമുദ്രം ചെയ്തതാണ് ശരി. ഇത്രയും നേരം സമുദ്രത്തിനെ തെറ്റായിട്ടാ വിചാരിച്ചത്. സമുദ്രം ഇത്ര വലിയ സ്ഥലമുണ്ടായിട്ടും കേവലം ഒരു പുൽക്കൊടിക്ക് പോലും അഭയം കൊടുക്കാൻ അതിന്റെ അഹങ്കാരം അതിനെ സമ്മതിച്ചില്ലല്ലോ എന്നുള്ള ചിന്ത പതുക്കെ പതുക്കെ മാറി. അദ്ദേഹം വിചാരിച്ചു, എൻ്റെ ഒരു മനസ്സും ഇതുപോലെ തന്നെയാണ്. ഞാൻ ഇന്ന് ഒരു സമുദ്രം എന്ന നിലയ്ക്ക് ഇന്നൊരു പുൽക്കൊടിക്ക് അഭയം കൊടുത്താൽ നാളെ എന്താവും? വേറെ ഒരു പുൽക്കൊടി വന്ന് വീഴും. അപ്പൊ അതിനെയും സ്വീകരിക്കണം. ഇതിനെ മാത്രം സ്വീകരിച്ച ഒരു പാർഷ്യാലിറ്റി കാണിക്കാൻ പാടില്ല. അടുത്ത പുൽക്കൊടി വന്ന് വീണു, പിറ്റേ ദിവസം അടുത്ത പുൽക്കൊടി വന്ന് വീണു, പിന്നെയും വീണ് സമുദ്രമേ ഇല്ല, പുൽക്കൊടി മാത്രമായിട്ട് മാറും. സമുദ്രത്തിന്റെ അസ്തിത്വം, അതിന്റെ ഐഡന്റിറ്റി, അതിന്റെ വ്യക്തിത്വം തന്നെ നഷ്ടപ്പെടുന്ന രീതിയിൽ പുൽക്കൊടി കൊണ്ട് ഒരു പുൽമേടായിട്ടത് മാറും എന്നുള്ളതാണ്. അപ്പൊ എന്തിനെ നമ്മളുടെ മനസ്സിൽ ഒരു അഭയം കൊടുക്കണം, എന്തിനെ ആശ്രയിക്കണം എന്നുള്ള ബോധ്യത്തിലേക്ക് ഒരു ട്രെയിനിങ് തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഉള്ളിലുള്ള അധാർമികമായ കാമനകളെ നമ്മൾ മുളയിലേ നുള്ളാൻ വിമുഖത കാണിച്ചാൽ, സമുദ്രം ചെയ്തതുപോലെ ചെയ്യാൻ, പുൽക്കൊടിയെ പുറന്തള്ളാൻ നമ്മൾ ഒരു സാമർഥ്യം എടുത്തില്ലായിരുന്നെങ്കിൽ, പുറമേക്ക് അത് ചിലപ്പോൾ ആദ്യത്തെ പ്രാവശ്യമൊക്കെ തെറ്റായി വ്യാഖ്യാനിച്ചേക്കാം, പക്ഷെ പതുക്കെ പതുക്കെ നമ്മൾ ചെയ്തതാണ് ശരി എന്നുള്ള രീതിയിൽ ഇങ്ങനെയുള്ള കാമനകളെ മുളയിലേ നുള്ളിയെറിയാൻ സാധിക്കണം എന്നുള്ളതാണ്. എങ്ങനെയുള്ള കാമനകളെ എന്ന് നമുക്ക് വിശദമായിട്ട് ഇവിടെ പരീക്ഷിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആദ്യം ഇതിനെയൊക്കെ നൈസർഗികമായിട്ട് ഒരു ജൈവചോദനയുടെ ഫലമായിട്ട് ഇതിനെയൊക്കെ പുറത്തു വരാൻ അനുവദിക്കുക എന്നുള്ളതാണ് വിശ്വാമിത്രൻ ചെയ്തത്. എങ്ങനെയുള്ള കാമനകളാണ് രാമന്റെ ഉള്ളിൽ നിന്നും ലക്ഷ്മണന്റെ ഉള്ളിൽ നിന്നും പുറത്തു വരുന്നത് എന്ന് കൃത്യമായിട്ട് നോക്കി അതിനെ എങ്ങനെയാണ് ആ കുട്ടികളെ വഴി തിരിച്ചു വിടേണ്ടത് എന്ന് കൃത്യമായിട്ട് ഗുരുനാഥൻ പഠിക്കുകയാണ്. അതിനാദ്യം പൈതാഹാദികൾ ജയിക്കുവാൻ വേണ്ടി ബലയും പുനരതിബലയും പകർന്നു കൊടുക്കുന്നു. അപ്പൊ കുട്ടികള് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് പ്രകൃതിയെ മനസ്സിലാക്കി ഇങ്ങനെ ഓരോ ചുവട് വെക്കുമ്പോഴാണ് ഈ കുട്ടികളെ എന്തിനാണ് ഈ കാട്ടിലേക്ക് കൊണ്ടുവന്നത്? ഒന്ന് യാഗരക്ഷ എന്ന് പറഞ്ഞു. അതായത് അമാവാസി തോറും വിശ്വാമിത്ര മഹർഷി പിതൃക്കൾക്ക് വേണ്ടി ഒരു ഹോമം നടത്തുന്നുണ്ട്, ഒരു യജ്ഞം നടത്തുന്നുണ്ട്. ആ യജ്ഞം മുടക്കുവാൻ വേണ്ടി യജ്ഞവൈരികളായിട്ടുള്ള താടക, സുബാഹു, മരീചൻ തുടങ്ങിയിട്ടുള്ള രാക്ഷസന്മാര് ശ്രമിക്കുന്നു. ചിലപ്പോൾ ഹോമകുണ്ടത്തിലേക്ക് ചിലപ്പോൾ ഒരു തലയൊക്കെ വെട്ടി അവർ ഇടും. ഇങ്ങനെ ചോര മഴ പെയ്യിപ്പിക്കും ഹോമകുണ്ടത്തിലേക്ക്. ഈ അഗ്നിയിലേക്ക് ഇങ്ങനെ പലതും അവര് പ്രവർത്തിക്കും. അങ്ങനെ യജ്ഞം മുടങ്ങാറാണ് പതിവ്. അപ്പൊ വിശ്വാമിത്രനെ ഇതിനൊന്നും കഴിവില്ലാണ്ടല്ല, ഈ താടകയും മരീചനെയും സുബാഹുനെയൊക്കെ നിഷ്പ്രയാസം വധിക്കാൻ ആർക്ക് പറ്റും? വിശ്വാമിത്രന് പറ്റും. പക്ഷേ ജീവിതത്തിൽ ഇങ്ങനെയുള്ള നൈപുണികളൊക്കെ ശീലിക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? വരുന്ന പ്രതിസന്ധികൾ നേരിടാനിരിക്കെ രാമനെ തയ്യാറെടുപ്പിക്കേണ്ട ആവശ്യം ആർക്കുണ്ട്? വിശ്വാമിത്രൻ എന്ന് പറയുന്ന ഗുരുനാഥനുണ്ട്. ലക്ഷ്മണനെ തയ്യാറാക്കേണ്ട ആവശ്യം ആർക്കുണ്ട്? വിശ്വാമിത്രനുണ്ട്. അങ്ങനെയാണ് രാമലക്ഷ്മണാദികളെ ഈ കുട്ടികളെ കാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ കരൂഷം എന്ന് പറയുന്ന ഒരു വനത്തിലേക്ക് അവർ പ്രവേശിക്കുമ്പോഴാണ് താടകയുടെയും സുബാഹുവിന്റെയും മരീചന്റെയും ഈ കഥ ആര് പറഞ്ഞു കൊടുക്കുന്നത്? വിശ്വാമിത്ര മഹർഷി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോ ജാഗരൂകരായിരിക്കൂ രാമ, ബാണവും അല്ലെ അമ്പൊക്കെ തയ്യാറാക്കി വെക്കൂ. ഏത് നിമിഷവും നമ്മുടെ മുമ്പിലേക്ക് ഒരു രാക്ഷസി വന്ന് ചാടാൻ സാധ്യതയുണ്ട്. ആരായിരുന്നു ഇവൾ എന്നൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ബ്രഹ്മദേവന്റെ ഒരു തപസ്വിയായിട്ട് ഒരാള് സുകേതു എന്ന് പറയുന്ന ഒരു യക്ഷൻ ഉണ്ടായിരുന്നു. ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വരങ്ങളൊക്കെ നേടി. അദ്ദേഹത്തിന്റെ പുത്രിയാണ് താടക എന്ന് പറയുന്ന ഒരു സ്ത്രീ. അവൾക്ക് ജനിക്കുമ്പോൾ തന്നെ 1000 ആനകളുടെ ശക്തിയാണത്രേ. ബ്രഹ്മാവിന്റെ വരപ്രസാദത്താൽ
1000 ആനകളുടെ ശക്തിയുള്ള ഒരു പുത്രി ആർക്കുണ്ടായി? ഈ സുകേതു എന്ന് പറയുന്ന യക്ഷനുണ്ടായി. സാധാരണ ജീവിതം നയിച്ചു, മിടുക്കിയായി വളർന്നു. അങ്ങനെ ഇരിക്കുകയാണ് സുന്ദൻ എന്ന് പറയുന്ന ഒരാളെയാണ് വിവാഹം കഴിച്ച്, ജർജരൻ എന്ന് പറയുന്ന ഒരാളുടെ പുത്രനായിട്ടുള്ള സുന്ദനെയാണ് താടക ഭർത്താവായിട്ട് വരിച്ചത്. അങ്ങനെ ഇരിക്കെ അവർക്ക് മക്കളുണ്ടായി. ഈ സുന്ദൻ എന്ത് ചെയ്തു എന്നറിയോ? ഇടയ്ക്ക് ഒരു രാക്ഷസന്റെ സ്വഭാവങ്ങളൊക്കെ കാണിച്ചു. അഗസ്ത്യ മഹർഷിയുടെ ആശ്രമം തൊട്ടടുത്തുണ്ട്. അവിടെ പോയി അഗസ്ത്യ മഹർഷി ഇങ്ങനെ യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനെ മുടക്കി ആശ്രമത്തിനെയൊക്കെ ആകെ അലങ്കോലപ്പെടുത്തി ആര്? ഈ സുന്ദൻ. അപ്പൊ തന്നെ അഗസ്ത്യ മഹർഷി സുന്ദനെ ശപിച്ച് ഭസ്മാക്കി മാറ്റി. താടക വന്ന് നോക്കുമ്പോ അഗസ്ത്യ മഹർഷി ഭർത്താവിനെ ചാരമാക്കി മാറ്റിയതാണ് ആർക്ക് കാണാൻ സാധിച്ചത്? താടകയ്ക്ക് കാണാൻ സാധിച്ചത്. സഹിച്ചില്ല. സുബാഹുവിനെയും മരീചനെയും വിളിച്ചു താടക പുറപ്പെട്ടു. അഗസ്ത്യ മഹർഷിക്കെതിരെ വലിയ യുദ്ധം പ്രഖ്യാപിച്ചു. നടക്കോ? മഹർഷി മഹാതപസ്യാണ്. പോരാത്തതിന് ഈ മോശം പ്രവൃത്തി ചെയ്തത് താടകയുടെ ഭർത്താവായിട്ടുള്ള സുന്ദൻ തന്നെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ശിക്ഷ അദ്ദേഹത്തിന് ലഭിച്ചതും. അതൊന്നും മനസ്സിലാക്കാൻ നിൽക്കാതെ അഗസ്ത്യ മഹർഷിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. മഹർഷി എന്ത് ചെയ്തു എന്നറിയോ? ഇവരെ ഭസ്മമാക്കിയില്ല, ഇവരെ പകരം ശപിച്ച് രാക്ഷസ ജന്മങ്ങളാക്കി മാറ്റി. താടക ഒരു രാക്ഷസിയായി മാറി. മൃഗീയമായിട്ടുള്ള സ്വഭാവങ്ങളോട് കൂടിയിട്ടുള്ള 2 രാക്ഷസ കുട്ടന്മാരായിട്ട് ആര് മാറി? മരീചനും സുബാഹുവും മാറി, അല്ലെ? ഈ 3 പേരാണ് ഈ കാട്ടിൽ വരുന്നവരെയും ഈ മഹർഷിമാരെയും ഒക്കെ ഉപദ്രവിച്ച് യജ്ഞവൈരികളായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നത് എന്നുള്ളതാണ് ഇത് കഥ. യജ്ഞവൈരികൾ എക്കാലത്തും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. യജ്ഞം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ താടകയുടെ സ്വഭാവം കാണിക്കും, സുബാഹുവിന്റെ സ്വഭാവം കാണിക്കും, അല്ലെ? മരീചന്റെ സ്വഭാവം കാണിക്കും. എന്തിനാ യജ്ഞം ചെയ്യണേ ചോദിക്കും, അല്ലെങ്കിൽ ഈ യജ്ഞം നടക്കാൻ പാടില്ല എന്ന് പറയും. അപ്പൊ ഇങ്ങനെയൊക്കെ സ്വഭാവം നമ്മുടെ പുറത്ത് പ്രദർശിപ്പിക്കുന്നവരെ നമുക്ക് ചിലപ്പോൾ താടക, സുബാഹു, മരീചൻ എന്നൊക്കെ വിളിക്കേണ്ട, അല്ലെങ്കിൽ അവരുടെ ആ സ്വഭാവം കണ്ട നമുക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നും, ഇങ്ങനെയാണല്ലോ ചില കഥാപാത്രങ്ങൾ എന്നുള്ളതാണ്. അപ്പൊ ഈ കഥാപാത്രങ്ങളൊന്നും മരിച്ചിട്ടില്ല, ഇവരൊക്കെ അമരത്വം നേടിയിട്ടുള്ള ആളുകളാണ്. നമ്മളിലൂടെ താടകയും സുബാഹുവും മരീചനും ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. നമ്മൾ അതൊക്കെ ഫിൽട്ടർ ചെയ്തിട്ട് നമ്മളെ സ്വഭാവം രാമനോളം ഉയർത്തണം എന്നുള്ളതാണ്. അപ്പൊ വിശ്വാമിത്രൻ ഈ കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താടകാവൈ കാമരൂപിണി എന്ന് വാൽമീകി മഹർഷി എഴുത്തച്ഛൻ അധ്യാത്മരാമായണത്തിൽ രാമനോട് പറയുന്നത് എങ്ങനെയാ? കാടിതു കണ്ടായോ നീ കാമരൂപിണിയായ താടക ഭയങ്കരി വാണിടും ദേശമിത്. അവളെ പേടിച്ചാരും നേർവഴി നടപ്പീല ഭുവനവാസി ജനം ഭുവനേശ്വര പോറ്റി. ഹേ ഭുവനേശ്വര. ആരെ വിളിക്കുന്നത്? വിശ്വാമിത്ര മഹർഷി രാമനെ ഭുവനേശ്വര എന്നാ വിളിക്കുന്നത്. ഈ കുട്ടിയെ, 12 വയസ്സുള്ള കുട്ടിയെ വിശ്വാമിത്രൻ ഭുവനേശ്വര എന്ന് വിളിച്ചതിന്റെ ഔചിത്യം എന്താണ്? എന്തായാലും കുട്ടിയാണ്, ശിഷ്യനാണ്, എന്നിട്ടും ഭുവനേശ്വര. ഈ ഭുവനത്തിന്റെ ഈശ്വര. ഈ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ പേരിടുമ്പോഴേ നമ്മൾ ആ കുട്ടികളുടെ മുഴുവൻ പേര് വിളിക്കണം. നമ്മൾ മറ്റെന്തൊക്കെയോ കൊഞ്ചിച്ച് കുട്ടികളെ ഓമനിച്ച് മറ്റു പേരുകൾ വിളിക്കും. യഥാർത്ഥ പേര് അവിടെ കിടക്കാണ്. ആ പേരിന്റെ ഐശ്വര്യം വിളിച്ച് തന്നെ അവർക്ക് നേടിക്കൊടുക്കണം നമ്മൾ. അതിൽ വേണ്ടത് ആ പേരിന്റെ തക്ക വിധത്തിലുള്ള, അല്ലെങ്കിൽ പേരിനെ അന്വർത്ഥമാക്കുന്ന കുട്ടികളായിട്ട് അവര് മാറണ്ടേ. ഇപ്പൊ സത്യവാൻ എന്ന് പേരിട്ട പണ്ട് സത്യം മാത്രമേ അവൻ പറയുള്ളൂ, അതേ ശീലിക്കുള്ളൂ. അയ്യോ എന്റെ പേര് സത്യവാനാണ്, ഞാൻ നുണ പറഞ്ഞൂടാ എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പൊ ഇന്നത്തെ കോണ്ടെക്സ്റ്റിലേക്ക് ഒന്ന് വരൂ. എന്ത് കഷ്ടമായിരിക്കും ആ പേര് കൊണ്ട് നടക്കാൻ. സത്യബാലൻ എന്നൊക്കെ പേരിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായി എന്നുള്ളതാണ്. പേരൊക്കെ അങ്ങനെ ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ പേരിനെ കീർത്തിപ്പെടുത്തണം നമ്മള്. അങ്ങനെ ഒരാളായി, ഒരു പൗരനായിട്ട് നമ്മൾ വളർന്നു വരണ്ടേ. അപ്പൊ കുട്ടിയുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ, കുട്ടിയുടെ ഉള്ളിലുള്ള എനർജിയെ ഭുവനേശ്വര, നീ തന്നെയാണ് ഈ ലോകത്തിന്റെ ഈശ്വരൻ എന്ന് കുട്ടിയെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്ന ആ ഒരു രീതിയിലേക്ക് വിശ്വാമിത്രൻ വിളിച്ചത് ഭുവനേശ്വര പോറ്റി എന്നാണ്. നമ്മൾ അമ്പലത്തിലുള്ള ശാന്തിക്കാരെയാണ് സാധാരണ എന്ത് വിളിക്കുക? പോറ്റി എന്ന് വിളിക്കുക. ഇപ്പൊ ഇവിടെ പാലക്കാട് ഈ ഭാഗത്തൊന്നും അങ്ങനെ ഇല്ല, അല്ലെ? കേരളത്തിന്റെ മറ്റു ജില്ലകളിലേക്കൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പോറ്റി എവിടെ എന്ന് ചോദിക്കും. പോറ്റുന്നവൻ, ഭഗവാനെയും വിളിക്കാറുണ്ട്. നമ്മളെ പരിപാലിക്കുന്നവനാണ് പോറ്റി എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ആ ഒരു രീതിയിൽ രാമനെ രാമൻ എന്ന ഈശ്വരനാക്കുന്നതിൽ
വളരെ പങ്കുവഹിച്ച ഒരാളാണ്. വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് രാമനെ രാമനാക്കിയത് സത്യത്തിൽ ആരാണ്? വിശ്വാമിത്ര മഹർഷിയുടെ അനുഗ്രഹമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ആ ഒരു നിമിഷങ്ങളാണ് ഇതൊക്കെ. അപ്പൊ വിശ്വാമിത്രൻ താടകയെ കുറിച്ചൊക്കെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴേക്കും മാർഗമധ്യത്തിൽ ആരെ കണ്ടു? ഇതാ നിൽക്കണു മല പോലെ താടക മുമ്പില്. എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഇവരെക്കാൾ എത്രയോ അടി ഉയരത്തിൽ, അല്ലെ, എത്രയോ കനത്തിൽ, രാമനും ലക്ഷ്മണനും അടുത്തുള്ള മറുപുറം കാണാൻ സാധിക്കാത്ത രീതിയിൽ കാടിനേക്കാൾ കൂരാകൂരിരുട്ട് കരൂഷമെന്ന വനത്തിന്റെ സംരക്ഷകയാണെന്ന് അഹങ്കരിക്കുന്ന താടക അട്ടഹസിച്ചുകൊണ്ട് ഇവരുടെ മുമ്പിൽ വന്നു. അപ്പൊ വിശ്വാമിത്രൻ പറഞ്ഞു, നേരെ ഒന്നും കളയാനില്ല, ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞ ആള്, അമ്പെയ്യൂ രാമ എന്നാണ് പറയുന്നത്. നോക്കൂ, ഇവിടെയൊക്കെ നമ്മൾ രാമനെ പഠിക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു താരതമ്യ പഠനം നമുക്ക് സാധിക്കും. രാമന് തന്റെ സ്വഭാവത്തിലാവാവുന്നതിൽ അത്രയും ധർമ്മശങ്ക. ഇത്ര ചെറുപ്പത്തില് ഗുരുനാഥൻ പറയണതൊക്കെ കേട്ട് ആ ശരി ചെയ്യാന്നൊക്കെ പറഞ്ഞ് വന്ന ആളാണ്. പക്ഷെ ഗുരുനാഥനോട് പറയുന്നു, സ്ത്രീകളെ വധിക്കുന്നത് ശ്രുതത്തിനും ശീലത്തിനും ധർമ്മത്തിനും യോജിച്ച പരിപാടിയല്ല, അതുകൊണ്ട് ഞാൻ താടകയെ വധിക്കാനൊന്നും പോകുന്നില്ല എന്ന് ആ കുട്ടി പറയുകയാണ്. വിശ്വാമിത്രൻ ഇത്ര നേരം കഷ്ടപ്പെട്ടത് എന്തിനാ? ഈ കുട്ടിയിലുള്ള ധർമ്മശങ്കയൊക്കെ കളഞ്ഞ്, അസ്ഥാനത്തെ ധർമ്മശങ്കയൊക്കെ ആവാം, പക്ഷെ അസ്ഥാനത്തെ അഹിംസയും ധർമ്മശങ്കയും യഥാകാലത്ത് നമ്മള് ചില ചില്ലറ പീഡകളും ശാഠ്യങ്ങളും കാണിക്കാൻ മടിച്ചാൽ, ഇപ്പൊ ബ്രിട്ടീഷുകാർ വന്നിട്ട് എന്താ ചെയ്തേ? നമ്മളെ ഭരിച്ചു. നമ്മളുടെ ഇത്തരത്തിലുള്ള നമ്മളുടെ അഹിംസകളെ, നമ്മുടെ അഹിംസാ സ്വഭാവത്തെ ഒന്നിനെയും നമ്മൾ കൊല്ലില്ല, ഒന്നിനെയും ഉപദ്രവിക്കില്ല, ഇങ്ങനെയുള്ള നമ്മളുടെ മാർദ്ദവ വികാരങ്ങളെ മുതലെടുക്കുകയാണ് ആര് ചെയ്തത്? നമ്മളെ ഭരിക്കാൻ വന്ന് നമ്മളെ അടിമകളാക്കിയവർ ചെയ്തത്, അല്ലെ? അപ്പൊ നമുക്ക് അവരെ തിരിച്ചു ഹിംസിക്കാൻ മടി വന്നില്ല, കാരണം നമ്മൾ ഭാരതത്തിന്റെ സന്താനങ്ങളാണ്. അപ്പോഴും കൃഷ്ണൻ അവിടെ കിടന്ന് പറയുന്നുണ്ടായിരുന്നു, തസ്മാത് യുദ്ധസ്വ ഭാരത, ഭാരതത്തിന് വേണ്ടി ആയുധമെടുക്കൂ എന്ന് പറഞ്ഞപ്പോ കൃഷ്ണൻ നമ്മളെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണെന്നൊക്കെ ചിലര് പറയാൻ തുടങ്ങി. ഒരിക്കലുമല്ല. നമ്മള് ഉള്ളിലൊരു ക്ഷത്രിയ ധർമ്മം ഉള്ളിൽ വേണം. അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ നമ്മൾ മടി കാണിക്കുമ്പോൾ നമ്മൾ തീർത്തും ആയി മാറുകയാണ് എന്നുള്ളതാണ്. ഷഠനോട് ഷാഠ്യം എന്നാണ്. ഇത് യഥാകാലം കൈക്കൊള്ളാൻ മടിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കാലം നമുക്ക്, ഒരു കൂരിരുട്ടിന്റെ ഒരു കാലം നമുക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്. എത്ര പേര് എത്ര വിഷമങ്ങൾ അനുഭവിച്ചു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞ് എല്ലാത്തിനെയും ഹിംസാത്മകമായ രീതിയിൽ എല്ലാത്തിനോടും ഒരു മാർദ്ദവും ഇല്ലാതെ പെരുമാറണം എന്നല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ബ്രാഹ്മണൻ, നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ക്ഷത്രിയൻ, നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു വൈശ്യൻ, നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ശൂദ്രൻ, ഇത് പുറമേ കാണുന്ന ജാതി വ്യത്യാസമല്ല. നമ്മൾ നമ്മുടെ വീട്ടിലൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ വീടൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ശൂദ്രനാണ്. നമ്മുടെ വീടൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി ക്ലീൻ ചെയ്യണു, ശൂദ്രവൃത്തി. ഇനി നമ്മൾ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരണു. എന്തിനൊരു പൂജാ റൂം തന്നെ എടുത്താൽ മതി, ആ പൂജാമുറിയിലേക്ക് എണ്ണ, തിരി, വിളക്ക്, കർപ്പൂരം ഇങ്ങനെയൊക്കെ വാങ്ങിച്ചു വരുന്നു. നമ്മള് വൈശ്യവൃത്തിയാണ് ചെയ്യുന്നത്. ഒരു കച്ചവടം നമ്മൾ ചെയ്യുന്നു, അതിൽ വൈശ്യധർമ്മമാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി വൃത്തിയാക്കപ്പെട്ട വീട് അശുദ്ധിയാക്കാതെ സംരക്ഷിക്കുന്ന നമ്മള്, നമ്മുടെ വീട്ടിലുള്ള കുട്ടികളെ പോറലേൽക്കാതെ സംരക്ഷിക്കുന്ന നമ്മള് ക്ഷത്രിയനാണ് അവിടെ, അല്ലെ? ക്ഷത്രിയ ധർമ്മമാണ്. അത് ചെയ്യാൻ മടിച്ചു കഴിഞ്ഞാലോ? അത് ചെയ്യാൻ മടിച്ചാൽ എന്താ ഉണ്ടാവുക? മാതാപിതാക്കൾ ഇല്ലാത്തവരുടെയും ആരോരും ഇല്ലാത്തവരുടെയും അവസ്ഥ എങ്ങനെയാണ്? നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയാ അവർക്ക് ജീവിക്കാൻ പറ്റുക, അല്ലെ? അവർക്ക് ആശ്രിതരായിട്ട് ആരെങ്കിലും വേണ്ടേ? അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ യഥാകാലം ക്ഷത്രിയന്മാരായിട്ട് നമ്മൾ നമ്മുടെ ഉള്ളിൽ മാറുന്നുണ്ട്. ഇനി അതേ വീട്ടില് അല്ലെങ്കിൽ അതേ വൃത്തിയാക്കപ്പെട്ട പൂജാമുറിയിൽ ഇരുന്ന് നാമം ജപിക്കുന്ന നമ്മള് ബ്രാഹ്മണന്മാരുമാണ് എന്നുള്ളത്. അപ്പൊ ഈ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രാദികൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള ജീവനുമായി ബന്ധപ്പെട്ട ചില ഘടകങ്ങളാണ്. അതിനെ തിരിച്ചറിയാൻ നമ്മൾ പഠിക്കണം, ശീലിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ രാമന് ഉപദേഷ്ടാവായിട്ട് വിശ്വാമിത്രൻ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. ധർമ്മപുത്രര് ഇതുപോലെ ധർമ്മപുത്രർക്ക് ധർമ്മശങ്ക തീർന്നിട്ട് ഒരു കാലം ഉണ്ടായിട്ടില്ല. എപ്പോഴും സംശയമാണ്. കള്ളച്ചൂത് കളിച്ച് സർവവും നഷ്ടപ്പെട്ടപ്പോഴും ധർമ്മശങ്ക കൊണ്ട് ജ്യേഷ്ഠന്മാരെ എങ്ങനെയാ വധിക്കുക? ജ്യേഷ്ഠന്മാരോട് ഇങ്ങനെ പെരുമാറാൻ പാടുവോ? അരക്കില്ലത്തിലിട്ട് ചുട്ടുകൊല്ലാൻ നോക്കുന്നുണ്ട്, വിഷം കൊടുത്ത് ഭീമനെ കൊല്ലാൻ നോക്കുന്നുണ്ട്, പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യുന്നുണ്ട്. പല രീതിയിൽ
പാണ്ഡവാദികളെ കൗരവന്മാർ ഉപദ്രവിക്കുന്നുണ്ട്, ജ്യേഷ്ഠന്മാരല്ലേ എന്ന് പറഞ്ഞ് സഹിച്ച് ഈ സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെട്ടിട്ട് അവസാനം എന്ത് ചെയ്യേണ്ടി വരും എന്നറിയോ? കൂട്ടക്കൊല നടത്തേണ്ടി വരും. അതാണ് ചെറിയ ചെറിയ ഹിംസകളും പീഡകളും യഥാകാലം കാണിക്കാൻ മഠിച്ചാലുള്ള പ്രശ്നം എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഇതിന്റെ നല്ല വശവും മനസ്സിലാക്കണം. ഇത് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ രാക്ഷസന്മാരാകുമെന്നും, ഹിംസയൊക്കെ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ രാക്ഷസന്മാർ തന്നെ അല്ലെ. ഇന്ന് എത്ര ഹിംസാത്മകമായ കാര്യങ്ങളാണ് ചുറ്റും നടക്കുന്നത്. അത് ഏതറ്റം വരെ പോകാം എന്നുള്ള ധർമ്മകാഹളമാണ് ഭഗവാൻ ഭാരതത്തിന് വേണ്ടി ആയുധമെടുക്കാൻ പറഞ്ഞത് എന്നുള്ളതാണ്. അതൊരിക്കലും രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് വിരൽ ചൂണ്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. ധർമ്മപുത്രർക്ക് ഉപദേഷ്ടാവായിട്ട് കൃഷ്ണനെ കിട്ടിയത് കൊണ്ട് ധർമ്മശങ്കയൊക്കെ തീർത്ത് ഭാരത യുദ്ധം നടന്ന് ധർമ്മവിജയം ഉണ്ടായി എങ്കിൽ, ഇവിടെ രാമനെയാണ് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലോ? ഇവിടെ സിദ്ധിനാഥാനന്ദ സ്വാമിജി പറയുന്നുണ്ട്, രണ്ടുപേരും കൂടി കുടില് കെട്ടിയിട്ട് ഏതെങ്കിലും കാട്ടിപ്പോയി തപസ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ്. ആർക്ക് എപ്പോ ആരുപദേഷ്ടാവായി വരണം എന്നുള്ളതും ഒരു വിഷയം തന്നെയാണ് എന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ വിശ്വാമിത്ര മഹർഷി രാമനോട് പറയുന്നുണ്ട്, തെറ്റു ചെയ്തവള് കൊല്ലണം അവളെ നീ. മഹർഷി താടകയെ നോക്കി രാമനോട് പറയുന്നു, നീ അവളെ കൊല്ലണം. അവള് സ്ത്രീയെന്നോ പുരുഷനെന്നോ നോക്കേണ്ട കാര്യമില്ല. തെറ്റു ചെയ്തവര് ആരായാലും മുഖം നോക്കാതെ ആക്ഷൻ എടുക്കണം എന്നാണ് വിശ്വാമിത്രന്റെ ധർമ്മകാഹളം എന്നുള്ളതാണ്. ഇതൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ആർക്ക് മനസ്സിലായി? ഉള്ളിലുള്ള ധർമ്മശങ്കകളൊക്കെ മാറി. അങ്ങനെ ആദ്യം രാവണ വധത്തിനുള്ള ഹരിശ്രീ കുറിക്കുമാറ് ആദ്യ ബാണം താടകയുടെ മാറിലേക്ക് എയ്തുകൊണ്ടാണ് താടകാവധം എന്ന് പറയുന്ന ഈ ഭാഗം രാമായണത്തിൽ പൂർത്തിയാകുന്നത്. മല പോലെ ആ രാക്ഷസി ചിറകറ്റ് ഒടിയുന്ന ഒരു മല പോലെ അവിടെ വീഴുകയാണ്. ആ വീണ സ്ഥലത്ത് വലിയ അഗാധമായ കൊക്കയുണ്ടായി എന്നൊക്കെയാണ് പറയുന്നത്. കവിവാക്യം അങ്ങനെയൊക്കെയാണ്. രാക്ഷസിയുടെ വലിപ്പം കാണിക്കാൻ വേണ്ടി, രാമന്റെ നൈപുണ്യം കാണിക്കുവാൻ വേണ്ടി, എത്ര സ്കിൽഡാണ് രാമൻ എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ആ സന്ദർഭങ്ങളൊക്കെ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. നമ്മള് ചെറുതാണോ വലുതാണോ അങ്ങനെയൊന്നുമല്ല. നമ്മളുടെ ശേഷി, നമ്മളുടെ ക്ഷേമുഷി, നമ്മുടെ സ്വാധ്യായം, ഇതൊക്കെയാണ് നമ്മുടെ തപസ്സാണ് നമ്മളാക്കി നമ്മുടെ ഉള്ളിലുള്ള ഊർജത്തെ തീരുമാനിക്കുന്ന ഘടകങ്ങൾ എന്നുള്ളതാണ്. സകല സമസ്യകളും തരണം ചെയ്യാനുള്ളൊരു ശക്തി നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് നമ്മളെ അറിയിക്കുന്നത് നമ്മുടെ കൂടെയുള്ള ഗുരുനാഥനാവാം, അധ്യാപകരാവാം, അമ്മയാവാം, അച്ഛനാവാം. ഈ പ്രകൃതി ഒരുക്കിയിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതിജീവിച്ച് പ്രതിസന്ധികളെ തരണം ചെയ്ത് രാമൻ മുന്നോട്ട് പോകുകയാണ്. താടകാവധം കഴിഞ്ഞു. താടകയെ വധിച്ചു രാമൻ. ഇതിന്റെ ഒരു ആധ്യാത്മിക ഭാഷ, നമ്മളെല്ലാത്തിൻ്റെ ആധ്യാത്മിക ഭാഷയിലൂടെയാണ് കടന്നു വന്നത് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ അല്ലെ. ദശരഥമാകുന്ന നമ്മുടെ ശരീരം, അതിലുള്ള ജീവഭാവങ്ങള്, 3 കർമ്മഭാവങ്ങളെ പത്നിമാരായി, 4 ജീവഭാവങ്ങളെ മക്കളായും അവതരിപ്പിച്ചു. അയോധ്യ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ഇപ്പൊ വിദ്യാഭ്യാസത്തിനായി കാട്ടിലൂടെ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ കൂടിയതാണ്. ഇവിടെ എന്തിലെത്തി നിൽക്കുന്നു? താടകാവധത്തിൽ എത്തി നിൽക്കുന്നത് വരെയാണ് കാര്യങ്ങൾ. അതിന്റെ ഒരു ആധ്യാത്മിക താല്പര്യം കൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ഈ ഭാഗം അവസാനിപ്പിക്കാം. താടക എന്ന് പറഞ്ഞാൽ കാമനകളുടെ പ്രതീകമാണ്, കാമത്തിന്റെ പ്രതീകമാണ് താടക. കാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരാഗ്രഹങ്ങളെ മുഴുവൻ ഈ ലിസ്റ്റിൽ പെടുത്തും. അല്ലാതെ ഫിസിക്കൽ പ്ലഷർ എന്നൊക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പൊ ഒരാൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഈ 12 വയസ്സുള്ള കുട്ടികൾക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാമവിഷയങ്ങളൊക്കെ മനസ്സിലുണ്ടാകുന്നത് എന്ന്. അതിനിവിടെ സാധ്യതയില്ല. കാരണം സ്വാധ്യായം ചെയ്ത് ഇന്ദ്രിയ ദമനം ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളാണ്. അവർ കാട്ടിലേക്ക് വന്നു. പക്ഷെ ഏതൊരാളുടെ ഉള്ളിലും പലതരത്തിലുള്ള കാമവിഷയങ്ങൾ, കാമനകൾ ഉണ്ടാവും. അതിലൊരു കാമനയാണ് താടകയായിട്ട് വേഷമിട്ട് നിൽക്കുന്നത്. അതാണ് താടകയെ കൊണ്ടുവന്ന് നിർത്തുന്നത്. താടക എന്ന് പറഞ്ഞ ഒരു രാക്ഷസിയല്ല, കേവലം നമ്മുടെ ഉള്ളിലുള്ള ദുരാഗ്രഹങ്ങളാണ്. രാമനോട് വിശ്വാമിത്രൻ പറയുന്നു താടകയെ വധിക്കൂ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നീ നിന്റെ ദുരാഗ്രഹങ്ങളെ ഒഴിവാക്കിയില്ലെങ്കിൽ നിനക്ക് ഈശ്വരപ്രാപ്തി എന്ന് പറയുന്നത്, നിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അസ്ഥാനത്തായിരിക്കും രാമ. അതുകൊണ്ട് താടകയെ വധിക്കൂ എന്നുള്ള ആഹ്വാനമാണ് നമ്മുടെ ഉള്ളിലുള്ള വിശ്വാമിത്രൻ നമ്മളോട് പറയുന്നുണ്ട്. ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളെയൊക്കെ ചുട്ടരിച്ചു കളയാൻ വേണ്ടി. അതിനെ ഇന്നത്തെ ഭൗതിക അർത്ഥത്തിൽ എടുക്കുമ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് നോക്കണം. നമുക്കിപ്പോ കലക്ടർ ആവണമെന്നും MBBS പഠിച്ച് ഡോക്ടർ ആവണമെന്നും എഞ്ചിനീയറിംഗിന് പോകണമെന്നും നല്ലൊരു വീട് വെക്കണമെന്നും നല്ലൊരു കുടുംബജീവിതം, ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളിൽ പെടും. പക്ഷെ ഇതൊക്കെ ദുരാഗ്രഹമല്ലല്ലോ അല്ലെ.
അന്യന്റെ പണം വേണമെന്നും അന്യന്റെ പത്നിയെ വേണമെന്നും അല്ലെ, അന്യനെ ഉപദ്രവിക്കണമെന്നും ഇത്തരത്തിലുള്ള ദുരാഗ്രഹങ്ങളെയാണ് ഇപ്പൊ താടക എന്ന് പറഞ്ഞ മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള വാസനകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് മുളയിലേ നുള്ളിയെറിയുന്നതാണ് നല്ലതെന്നുള്ള സൂചന വിശ്വാമിത്രൻ തരികയാണ്. ഇപ്പൊ ഒന്നും വേണ്ട, നമുക്കൊരു ആഗ്രഹം ഉണ്ടായി, ആഗ്രഹം സാധിച്ചാൽ എന്താ കിട്ടുക? ഒരു സുഖം അല്ലെ, സുഖം സന്തോഷം എന്നൊക്കെ ഭൗതിക അർത്ഥത്തിൽ പറയും. അപ്പൊ സുഖത്തിന്റെ പ്രതീകമാണ് സുബാഹു. ആഗ്രഹം സാധിച്ചില്ലെങ്കിൽ എന്താവുക? ഒരു സങ്കടം വരും, ഒരു ദുഃഖം ഉണ്ടാവും. അതിന്റെ പ്രതീകം മരീചൻ. അപ്പൊ താടക എന്ന് പറഞ്ഞാൽ ആഗ്രഹം, ആഗ്രഹത്തിൽ നിന്നും ഉണ്ടാകുന്ന സുഖത്തെ സുബാഹു എന്നും, ആഗ്രഹം സാധിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖത്തെ മരീചൻ എന്നും പറയുന്നു. അപ്പൊ രാമന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായി, അത് സാധിച്ചോ? താടക മരിച്ചില്ലേ, താടകയെ വധിച്ചില്ലേ, അപ്പൊ സാധിച്ചു എന്നാണ് അർത്ഥം. താടക ആരാ? ആഗ്രഹം. അപ്പൊ ആഗ്രഹത്തെ ഇവിടെ കൊന്നു. വിശ്വാമിത്രൻ പറഞ്ഞു താടകയെ വധിക്കുമെന്ന്. അപ്പൊ താടകയെ കൊന്നു. അപ്പൊ ആഗ്രഹം സാധിച്ചോ ഇല്ലയോ? കേൾക്കണില്ല എനിക്ക്. സാധിച്ചോ? ആഗ്രഹത്തെ കൊന്നു എന്ന് പറഞ്ഞാൽ ആഗ്രഹം സാധിച്ചു എന്നാണ് അർത്ഥം. അതിന് ആഗ്രഹമാണ് താടക, ദുരാഗ്രഹം താടക. ആ ദുരാഗ്രഹത്തെ കൊന്നു. അപ്പൊ അത് സാധിച്ചോ ഇല്ലയോ? ചേടാ, നമുക്കൊരു ആഗ്രഹം ഉണ്ടായി, നമുക്കൊരു ദുരാഗ്രഹം ഉണ്ടായി മനസ്സില്. അത് സാധിച്ചാൽ സുഖം, സാധിച്ചില്ലെങ്കിൽ ദുഃഖം. ഇവിടെ സാധിച്ചോ? താടകയെ രാമൻ കൊന്നു വിശ്വാമിത്രൻ പറഞ്ഞപ്പോ. അപ്പൊ സാധിച്ചു എന്നോ സാധിച്ചില്ല എന്നോ? സാധിച്ചോ? സാധിച്ചില്ല. ആഗ്രഹം മരിച്ചു. വിശ്വാമിത്രൻ പറഞ്ഞപ്പോ രാമൻ നമ്മൾ തന്നെ ആഗ്രഹം വേണ്ട വെച്ചു, ആഗ്രഹത്തെ കൊന്നു. അപ്പൊ ആഗ്രഹത്തിൽ നിന്ന് കിട്ടുന്ന സുഖമുണ്ടായോ? ഇപ്പൊ എനിക്ക് ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ നമ്മൾ വേലപ്പറമ്പിൽ പൂരപ്പറമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് ആ കളിപ്പാട്ടം വേണം, എനിക്ക് ഈ കളിപ്പാട്ടം വേണം എന്നൊക്കെ പറഞ്ഞ് കരയും. ചിലര് വാങ്ങിക്കൊടുക്കില്ല, അമ്മമാര് അല്ലെ, ചില മാതാപിതാക്കൾ വാങ്ങിക്കൊടുക്കില്ല. അപ്പൊ ആഗ്രഹം സാധിച്ചാൽ അത് വാങ്ങിച്ചു കൊടുത്ത് അവരുടെ മുഖത്ത് എന്ത് കാണാം? കുറച്ച് സമയമെങ്കിലും, അത് പൊട്ടിക്കണ വരെയെങ്കിലും കുറച്ച് സന്തോഷം കാണാം, സുഖം കാണാം, സുഖമായിട്ട് അവരിയ്ക്കും. അല്ലെങ്കിലോ കരഞ്ഞു നിലവിളിച്ച് നമ്മളെ അവിടുത്തെ ഒരു കാഴ്ചയും കാണാൻ അവര് സമ്മതിക്കില്ല. അപ്പൊ ഒരു ദുഃഖം ഉണ്ടായി എന്നല്ലേ അർത്ഥം. അപ്പൊ ഇവിടെ കളിപ്പാട്ടം കിട്ടിയോ രാമന്? സാധിച്ചില്ല, ആഗ്രഹം സാധിച്ചില്ല. അതുകൊണ്ട് ആഗ്രഹത്തിൽ നിന്നുണ്ടായ സുഖവും ഉണ്ടായില്ല. അപ്പൊ സുബാഹു മരിച്ചു. സുബാഹുവിനെയും താടകയുടെ ഒപ്പം കൊല്ലുന്നുണ്ട്. താടകയും വധിച്ചു, സുബാഹുവും വധിച്ചു. രാമബാണത്തിന്റെ ഒരു എച്ചിലായിട്ട്, ഒരു ഉച്ഛിഷ്ടമായിട്ട് ആര് മാറി? മാരീചൻ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. മാരീചൻ ആരാന്നാ പറഞ്ഞത് ആധ്യാത്മിക ഭാഷയില്? ദുഃഖം. അപ്പൊ ആഗ്രഹം സാധിക്കാത്തതിലുള്ള ദുഃഖം അവിടെ അവശേഷിച്ചു. അതൊരു ഡിപ്രഷനായി. കാരണം ആഗ്രഹം സാധിക്കാത്ത എന്തുകൊണ്ടാ? ഗുരുനാഥൻ പറഞ്ഞോണ്ടാണേ. ഞാൻ സ്വയമേവ എന്റെ ആഗ്രഹത്തെ മാറ്റിവെക്കുകയാണെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഗുരുനാഥൻ പറഞ്ഞതുകൊണ്ട് എന്റെ ആഗ്രഹം ഇവിടെ സാധിച്ചില്ല. അതുകൊണ്ട് എന്റെ ആഗ്രഹമാകുന്ന താടകയെ മരിച്ചു, അതിൽ നിന്ന് കിട്ടുന്ന സുഖമാകുന്ന സുബാഹുവും മരിച്ചു. പക്ഷെ ആഗ്രഹം സാധിക്കാത്തത് കൊണ്ടുള്ള ദുഃഖമായ മാരീചൻ അവശേഷിച്ചു. ഈ ദുഃഖം അവശേഷിച്ചു എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു അർത്ഥം നമ്മൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നന്നായി മനസ്സിലാക്കിയേ പറ്റൂ. ഈ ദുഃഖം നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരുന്ന് അതൊരു ഡിപ്രഷനായി, ഒരു മാനസിക വിഭ്രാന്തിയായി, മാനസിക രോഗമായി ഇന്നത്തെ ആധുനിക തലമുറയെ കാർന്നു തിന്നുന്ന രീതിയിൽ ഒരു ക്യാൻസറായി മാറുന്നുണ്ട്. നമ്മൾ അറിയുന്നുണ്ടോ? ഈ ഡിപ്രഷനാണ്. ഇങ്ങനെ ആഗ്രഹം സാധിക്കാത്തതിന്റെ ഒട്ടനവധി ഡിപ്രഷനാണ്. ആഗ്രഹം സാധിക്കാൻ ഞാൻ എന്തു ചെയ്തു എന്നോ എനിക്ക് അതിന് അധികാരമുണ്ടോ എന്നോ ഒന്നും അല്ല ചിന്തിക്കുന്നത്. ഇതെനിക്ക് കിട്ടിയില്ല, എനിക്ക് കിട്ടാത്തത് കൊണ്ട് നിനക്കും അത് വേണ്ട. ചിലപ്പോൾ അത് തീവ്രവാദപരമായിട്ടുള്ള ഒരു സമീപനത്തിലേക്ക്, മുഖത്തൊക്കെ ആസിഡ് ഒഴിക്കും, പ്രണയം നിഷേധിച്ചാൽ ആസിഡ് ഒഴിക്കും, പച്ചയ്ക്ക് കത്തിക്കുന്നു അല്ലേ, അവരെ തേജോവധം ചെയ്യുന്നു. ഇങ്ങനെ പല രീതിയിൽ റിയാക്ട് ചെയ്യുന്നവരുണ്ട്. ഇതിനൊക്കെ കാരണം ഈ ഡിപ്രഷനാണ്. കാരണം ആരൊക്കെയോ പറഞ്ഞ് ആഗ്രഹങ്ങളെ അടക്കി വെക്കുകയാണ്. അത് ഗുരുനാഥനാവാം, അധ്യാപകനാവാം, അമ്മയാവാം, അച്ഛനാവാം. പക്ഷേ ഇവിടെ വിശ്വാമിത്ര മഹർഷി സ്വീകരിച്ചൊരു സമീപനമാണ് രാമന്റെ ഉള്ളിൽ ഈ ഡിപ്രഷനെ തകർത്തെറിയുന്നത്. ആഗ്രഹം സാധിക്കാണ്ടായ എനിക്ക് എന്തായാലും ഇവര് പറഞ്ഞതുകൊണ്ട് ഞാനിപ്പോ ഗുരുനാഥനോടുള്ള ബഹുമാനം കൊണ്ട് അത് അടക്കി വെച്ചിരിക്കുകയാണ്. ഈ അടക്കി വെച്ചത് പൊട്ടിത്തെറിക്കും കുറച്ചു കഴിഞ്ഞാൽ. പല രീതിയിൽ അത് ഒളിഞ്ഞും തെളിഞ്ഞും നമ്മുടെ മുമ്പിൽ ഈ ഡിപ്രഷൻ, ഈ ദുഃഖം പല രീതിയിൽ വരുന്നുണ്ട്. പിന്നീട് സ്വർണമാനായി വന്ന് സീതയെ ഭ്രമിപ്പിച്ച് രാമനെ സീതയിൽ നിന്നും അകറ്റിയ മാരീചൻ ഈ ദുഃഖമാണ്, ഈ ഡിപ്രഷനാണ്.
പിന്നീട് അത് രാവണനായി പല രീതിയിലേക്ക് മാറുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ദുഃഖം നമ്മളെ ജീവിതത്തിൽ മുഴുവൻ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒന്നാവാൻ പാടുന്നുണ്ടോ? അപ്പോൾ രാമായണം പഠിക്കുമ്പോൾ ഇന്നത്തെ ഒരു സൈക്കോളജി, ഒരു ഫിലോസഫി, ഒരു ടെക്സ്റ്റ്, ആ ടെക്സ്റ്റിനെ സമീപിക്കുന്നത് പോലെ നമുക്ക് സമീപിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. ഇതൊരു ഗുരുനാഥനായി ചമയുന്ന ആശയങ്ങളാണ് ഇതിൽ മുഴുവൻ ഉള്ളത് എന്നുള്ളതാണ്. അപ്പൊ നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ തളിരിടാത്ത ആരും തന്നെ ഉണ്ടാവില്ല, പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ. രാമനുണ്ടായിരുന്നു എന്നല്ലേ പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളെ കൃത്യമായി അടക്കം ചെയ്യാൻ, ഞാൻ ആഗ്രഹത്തെ അതിന്റെ മോശം വശങ്ങൾ അറിഞ്ഞിട്ട് എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് സ്വയം ഉപേക്ഷിക്കാൻ, അല്ലെങ്കിൽ എനിക്കത് മനസ്സിലായില്ല, അമ്മ പറഞ്ഞതുകൊണ്ട്, അച്ഛൻ പറഞ്ഞുകൊണ്ട്, മുതിർന്നവർ പറഞ്ഞുകൊണ്ട് ഞാൻ അതിന് ഉപേക്ഷിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഡിപ്രഷൻ ഉണ്ടാകാതിരിക്കാൻ, അതിൽ നിന്ന് വരുന്ന മാനസിക ഭംഗം ഉണ്ടാവാതിരിക്കാൻ എങ്കിലും ശ്രദ്ധിക്കുന്ന തരത്തിൽ ആ കുട്ടികളെ പക്വതയുള്ളവരാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് വിശ്വാമിത്രന്റെ ധർമ്മം പൂർണ്ണമാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അയോധ്യയിൽ നിന്ന് നമ്മൾ വന്നിരിക്കുകയാണ്. ആരാണ് താടകയെ വധിച്ചത്? നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ശരീരത്തിന്റെ പേരെന്താണ്? ദശരഥൻ. ദശരഥമാകുന്ന ശരീരത്തിലിരുന്ന് ജാഗ്രതാകുന്ന രാമനാകുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉള്ളിലുള്ള ആവശ്യമില്ലാത്ത കാമനകളെ ഇപ്പോ ഗുരുനാഥന്റെ അനുഗ്രഹം കൊണ്ട് ദൂരെ കളഞ്ഞിരിക്കുകയാണ്, വധിച്ചിരിക്കുകയാണ്, കൊന്നിരിക്കുകയാണെന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ താടകാവധത്തെ ഈ ഒരു ആധ്യാത്മിക സമീപനത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണമെങ്കിൽ നമ്മൾ രാമായണം വെറുതെ പാരായണം ചെയ്യാൻ പാടില്ല. അതിൻ്റെ വരികൾക്കിടയിലൂടെ വായിച്ച് അതിൻ്റെ അർത്ഥതലങ്ങളെ ഇങ്ങനെ ഉൾക്കൊള്ളുമ്പോഴാണ് രാമായണം ഇന്നും നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നൊരു ഒരു ഒരു സന്ദേശമായിട്ട് മാറുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് ചിന്തിക്കാം. അപ്പം നമ്മളുടെ ഹോംവർക്ക് മറക്കണ്ട. ഏത്തമിടുന്നതിനെ കുറിച്ചാണ് നമ്മളുടെ ഹോംവർക്ക്. അടുത്ത പ്രാവശ്യം അത് കൃത്യമായിട്ട് ഇന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പല വിധത്തിലുള്ള സോഴ്സുകളുണ്ട്. നമുക്ക് ആചാര്യന്മാരോട് ചോദിക്കാം, അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കിയാൽ കിട്ടും അല്ലേ? ഇപ്പം ഇല്ല, അതിനെ നോക്കി അപ്പം തന്നെ എഴുതിയെടുത്ത് പറയുകയല്ല, അതിനെ അന്ധമായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട. അതെന്താണെന്ന് അറിഞ്ഞ് നമ്മളുടെ പുതുതലമുറയിൽ ഒരാൾക്കത് പകർന്നു കൊടുക്കുവാനുള്ള ആ ഒരു രീതിയിൽ അറിവ് സമ്പാദിച്ചു വരുമ്പോഴാണ് അത് പൂർത്തീകരിക്കുന്നത്. ഇന്നത്തെ ഈ സത്സംഗം സമർപ്പണം ചെയ്തിരിക്കുന്നത് നമ്മുടെ സുജാത ടീച്ചറാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ പ്രതിമാസ പ്രഭാഷണ പരമ്പരയും ഈ ഒരു രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.